വീടിനകത്ത് കയറി പോകരുതെന്ന് പറഞ്ഞാൽ എന്ത് സംഭവിക്കും? കയറത്തില്ല. ദൈവത്തിന് സ്തോത്രം. ഓണർ കയറരുത് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യത്തില്ല? കയറില്ല, അത് പോയിരിക്കും. കണ്ടോ? ഓട്ടമസ്തൻ നമ്മൾ അവരവരെ നീ കയറി പോകരുതെന്ന് പറഞ്ഞാൽ കയറില്ല. നമ്മൾ മിണ്ടാതിരുന്നാൽ കയറിയിരിക്കും. നമ്മൾ റിജക്റ്റ് ചെയ്താൽ അത് പോകും, അതിരിക്കത്തില്ല. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഉറപ്പായിട്ട് നമ്മൾ ആ ഭാഗത്ത് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വിടുതൽ ഉറപ്പായിട്ട് നടന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. റോമർക്കെഴുതിയ ലേഖനം വായിക്കുമ്പോൾ അതിൻ്റെ 5-6 അധ്യായം 1 വാക്യം വായിക്കുമ്പോൾ ആഴമേറിയ തിരുവചനങ്ങളാണ് എനിക്ക് കൊടുത്തിരിക്കുന്നത്. നമുക്ക് വായിക്കാം 6:1 മുതൽ. ആകയാൽ നാം എന്തു പറയണ്ടു? കൃപ പെരുകേണ്ടതിനെ, ശ്രദ്ധിച്ച് കേൾക്കണമേ, കൃപ പെരുകേണ്ടതിനെ പാപം ചെയ്തുകൊണ്ടിരിക്കുക എന്നോ ഒരു നാളും അരുത്. ഒരു നാളും പാടില്ല. പാപം ചെയ്യാൻ പാടില്ല. ഒരു നാളും പാപം ചെയ്യാൻ പാടില്ല. സ്തോത്രം. അപ്പോൾ നമ്മളുടെ മേൽ കൃപ ഉള്ളത് കൊണ്ട് പാപം ചെയ്തുകൊണ്ടിരിക്കുന്നതാണോ? അല്ല, ഒരിക്കലും പാടില്ല. അടുത്ത് പാപസംബന്ധമായി മരിച്ചവരായ നാം. നമ്മൾ എങ്ങനെ മരിച്ചു? പാപസംബന്ധമായി മരിച്ചു. പറഞ്ഞ് പാപസംബന്ധമായി നമ്മൾ എന്ത് ചെയ്തു? മരിച്ചു. പാവിയല്ല ഇനി. ആമേൻ. പാപസംബന്ധമായി നമ്മൾ എന്ത് ചെയ്തു? മരിച്ചു. പറഞ്ഞ് പാപസംബന്ധമായി മരിച്ചു. പാപസംബന്ധമായി ഞങ്ങൾ മരിച്ചു. അടുത്ത് മരിച്ചവരെ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? ഇനി ആ പാപത്തിൽ ജീവിക്കാൻ പറ്റത്തില്ല. ആ പാപത്തിൽ ജീവിക്കുന്നത് എങ്ങനെ? അടുത്ത വരി. അല്ല യേശു ക്രിസ്തുവിനോട് ചേരുവാൻ. അടുത്ത് യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം. അപ്പൊ നമ്മൾ സ്നാനമേൽക്കുന്നത് എന്തിനാണ്? യേശു ക്രിസ്തുവിനോട് ചേരാൻ. എന്തിനാണ്? ശ്രദ്ധിക്കണം. യേശു ക്രിസ്തുവിനോട് ആരോട് ചേരാൻ? ശ്രദ്ധിക്കുന്നുണ്ടോ എല്ലാവരും? നമ്മൾ സ്നാനപ്പെടുന്ന ആരോട് ചേരാനാണ്? യേശുവിനോട് ചേരാൻ വേണ്ടിയാണ് സ്നാനമെടുക്കുന്നത്. അപ്പോൾ യേശുവിന് ചേരാത്തത് നമുക്ക് പാടില്ല. നമ്മൾ ആരോട് ചേരാനാണ് സ്നാനം എടുക്കുന്നത്? യേശുവിനോട് ചേരാൻ. സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ കർത്താവിനോട് കൂടെ ജീവിക്കണം. അല്ലെങ്കിൽ എന്നും ബുദ്ധിമുട്ടായിരിക്കും. മനസ്സിലാകുന്നുണ്ടോ? എന്നും ബുദ്ധിമുട്ടായിരിക്കും. സ്തോത്രം. ഹല്ലേലൂയ. എന്നും ദൈവാലയത്തിൽ നിന്ന് വന്ന് പ്രാർത്ഥിക്കേണ്ട ഗതി വരും. എന്നും അതായിരിക്കും. അങ്ങനെയല്ല. യേശുവിനോട് കൂടെ ചേർന്ന് ജീവിക്കാനാണ് ദൈവം നമ്മൾ എന്ത് ചെയ്തത്? വിളിച്ചത്. അപ്പോൾ സ്നാനപ്പെടുന്നത് യേശുവിനോട് ചേരാനാണ്. സഭയിൽ ചേരാനല്ല, സംഘടനയിൽ ചേരാനല്ല, പിന്നെ യേശുവിനോട്. പറഞ്ഞേ, സ്നാനപ്പെടുന്ന ആരോട് ചേരാൻ? യേശുവിനോട് ചേരാൻ. ആരോട് ചേരാൻ? അപ്പോൾ സ്നാനപ്പെടാത്തൊരു ഇതുവരെ ആരോട് കൂടെ ചേർന്നിട്ടില്ല? യേശുവിനോട് കൂടെ ചേർന്നിട്ടില്ല. അപ്പോൾ ചേരാൻ വേണ്ടി എടുക്കുന്നതാണ് എന്തോന്ന്? ഞാനും യേശു ഒന്നാകാൻ വേണ്ടി എടുക്കുന്നതാണ് എന്തോന്ന്? സ്നാനം. അപ്പോൾ വായിച്ചേ ഒന്നുകൂടെ. യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന്. 1 യേശുവിനോട് ചേരാൻ, 2 യേശുവിൻ്റെ മരണത്തിൽ പങ്കാളി ആകാൻ. സ്നാനപ്പെട്ട എന്തിനാണ്? 1 യേശുവിനോട് ചേരാൻ, 2 യേശുവിൻ്റെ മരണത്തിൽ പങ്കാളി ആകാൻ, മരണത്തിൽ പങ്കാളികളാകാൻ. അടുത്ത് അങ്ങനെ നാം അവന്റെ മരണത്തിൽ. അപ്പോൾ 1 സ്നാനം എന്തിനാണ്? ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ ഞാൻ സ്നാനപ്പെട്ടു എന്ന് പറയുമ്പോൾ ആൾക്കാർ ചോദിക്കും, എന്തിനാണ് നീ സ്നാനപ്പെട്ടത് എന്ന് ചോദിച്ചാൽ എന്ത് പറയും? ഞാൻ യേശുവിനോട് ചേരാൻ. പറയുമ്പോഴൊരു വിലയാണ്. ആരോട് ചേരാൻ? യേശുവിനോട് ചേരാൻ. സ്തോത്രം. യേശുവിനോട് ചേർന്നപ്പോൾ എന്ത് സംഭവിച്ചു? യേശുവിൻ്റെ മരണത്തോട് പങ്കാളിയായി. യേശുവിൻ്റെ മരണത്തിൽ എന്ത് ചെയ്തു? പങ്കാളിയായി. അടുത്ത വരി. അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. കണ്ടോ? കുഴിച്ചിടപ്പെട്ടു. പാപ മനുഷ്യനെ വെള്ളത്തിനകത്ത് കുഴിച്ചിട്ടിട്ട് കരകയറി വരുന്നതാണ് സ്നാനം. അല്ല, വേറൊന്നുമല്ല. ഇടവണ ചർച്ച ചേരുന്നതല്ല സ്നാനം. പിന്നെ യേശുവിനോട് ചേരുന്നതാണ് സ്നാനം. നമ്മൾ യേശു യോർദാൻ നദിയിൽ വെള്ളത്തിനകത്ത് മുങ്ങി സ്നാനപ്പെട്ടു. നമുക്കൊരു മാതൃക വെച്ച് തന്നു. പള്ളി ചേരാനല്ല, യേശുവിനോട് ചേരാൻ. പള്ളി ചേരാനല്ല, യേശുവിനോട് ചേരാൻ നമ്മൾ സ്നാനപ്പെട്ടു. പള്ളി ചേരാനല്ല, യേശുവിനോട് ചേരാൻ ഞാൻ സ്നാനപ്പെട്ടു. 1 സ്നാനം എന്തിനാണ്? യേശുവിനോട് ചേരാൻ. 2 സ്നാനം എന്തിനാണ്? യേശുവിൻ്റെ മരണത്തിൽ പങ്കാളിയാകാൻ. 3 സ്നാനം എന്തിനാണ്? പഴയ പാപ മനുഷ്യനെ കുഴിച്ചിടാൻ. കണ്ടോ? അടുത്ത് വായിച്ചേ. ക്രിസ്തു മരിച്ചിട്ട്. അപ്പോൾ പാപ മനുഷ്യൻ കുഴിച്ചിട്ട പിന്നെ നമ്മൾ ആര് മാത്രമേ ഉള്ളൂ? നമ്മളിൽ യേശു മാത്രമേ ഉള്ളൂ. പാപമില്ല. അടുത്ത് ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാം ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. നമ്മൾ എങ്ങനെ നടക്കണം? നമ്മൾ സ്നാനപ്പെടുമ്പോൾ എല്ലാം പറഞ്ഞു കൊടുക്കും. ഇങ്ങനെയൊക്കെ വേണം സ്നാനപ്പെടാൻ, അല്ലെങ്കിൽ എന്നും
പൂത ഇളക്കാൻ നേരം വരൂ, ബുദ്ധിമുട്ടായിരിക്കും, പ്രയാസമായിരിക്കും. ഇന്ന് നിങ്ങൾ ഇതെല്ലാം പറഞ്ഞ് പ്രാർത്ഥിച്ചു, ഇതെല്ലാം പൊട്ടി ദൈവം തൊട്ടു നിങ്ങളെ. പക്ഷെ നിങ്ങൾ ഇനി തിരിച്ചിതൊക്കെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ പിന്നത്തേതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും. അപ്പടി നിങ്ങൾ അങ്ങനെയൊന്നും പറഞ്ഞ് കളയരുത്, എല്ലാം പറഞ്ഞിട്ട് സ്നാനപ്പെടുത്തും. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ അതിൻ്റെ പിന്നിൽ നമ്മൾ കർത്താവിനോട് ചേരുമ്പോൾ പല പാപ സ്വഭാവങ്ങളുമായിട്ടാണ് നമ്മൾ ആരുടെ അടുത്ത് വരുന്നത്? പാപ സ്വഭാവങ്ങളുമായിട്ടാണ് യേശുവിൻ്റെ അടുക്കൽ വരുന്നത്. പക്ഷേ യേശുവിനോട് ചേരാൻ നമ്മൾ സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ പാപത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. പിന്നെ നമ്മൾ ആ ലെവലിൽ എന്ത് ചെയ്യണം? നടക്കണം, ക്രിസ്തുവിൻ്റെ കൂടെ നടക്കണം. ഹല്ലേലൂയ. അടുത്തവർ വായിച്ചേ. അവന്റെ മരണത്തിന്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചവരായെങ്കിൽ പുനരുത്ഥാനത്തിന്റെ സാദൃശ്യത്തോടും ഏകീഭവിക്കും. അടുത്ത് നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വേണം. അപ്പൊ സ്നാനപ്പെടുന്ന വ്യക്തി പുനരുത്ഥാനത്തിന്റെ സാദൃശ്യത്തോടും ഏകീഭവിക്കും. അടുത്ത് നാം ഇനി അതിന് തൊട്ട് മുമ്പ് കണ്ട 5-ാം വാക്യം, അവൻ്റെ മരണത്തിൻ്റെ തൊട്ട് മുമ്പ് ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമം ജീവൻ്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. നമ്മൾ സ്നാനപ്പെട്ട് കഴിഞ്ഞ് എങ്ങനെ നടക്കണം? ജീവൻ്റെ പുതുക്കത്തിൽ. എങ്ങനെ? ജീവൻ്റെ പുതുക്കത്തിൽ നടക്കണം. സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ എങ്ങനെ നടക്കണം? ജീവൻ്റെ പുതുക്കത്തിൽ നടക്കണം. അടുത്ത വരി. നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം. നമ്മൾ ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപ ശരീരത്തിന് നീക്കം വരേണ്ടതിനെ നമ്മുടെ പഴയ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ പാപം ചെയ്ത, കോപിച്ച, കള്ളം പറഞ്ഞ, അസൂയപ്പെട്ട പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന്. ആരോടുകൂടെ ക്രൂശിക്കപ്പെട്ടു? യേശുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടു എന്നും നാം അറിയുന്നു. അടുത്ത് അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു. അപ്പോൾ സ്നാനപ്പെട്ട് നമ്മൾ കരകയറുമ്പോൾ, യേശുവിനോട് കൂടെ ക്രൂശിക്കപ്പെടുമ്പോൾ, പാപ മനുഷ്യനെ ആ വെള്ളത്തിനകത്ത് അടക്കം ചെയ്തിട്ട് എഴുന്നേറ്റ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കുന്നു. പിന്നെ ഒരു വിശുദ്ധ പൈതലാണ്. അടുത്ത വരി. നാം ക്രിസ്തുവിനോട് കൂടെ മരിച്ചുവെങ്കിൽ അവനോട് കൂടെ ജീവിക്കും. നമ്മൾ യേശുവിനോട് കൂടെ മരിച്ചുവെങ്കിൽ യേശുവിനോട് കൂടെ എന്ത് ചെയ്യും? ജീവിക്കും. പാപത്തിൽ മരിച്ചെങ്കിൽ യേശു നടന്നതുപോലെ, യേശു ജീവിച്ചതുപോലെ ജീവിക്കാൻ ദൈവം നമ്മളെ കണ്ടിരിക്കുകയാണ്. ജീവിക്കും. അടുത്ത വരി. എന്ന് വിശ്വസിക്കുന്നു. ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കയാൽ ഇനി മരിക്കയില്ല. ഇനി എന്തില്ല? യേശുവിന് എന്തില്ല? മരണമില്ല. അടുത്ത് മരണത്തിന് അവന്റെ മേൽ ഇനി കർത്തൃത്വം ഇല്ല. ഇനി മരണത്തിന് യേശുവിന്റെ മേൽ കർത്തൃത്വം ഇല്ല. അടുത്ത് എന്ന് നാം അറിയുന്നുവല്ലോ. അവൻ മരിച്ചത് പാപസംബന്ധമായി ഒരിക്കലായിട്ട് മരിച്ചു. പാപസംബന്ധമായി ഒരിക്കലായിട്ട് മരിച്ചു. അടുത്ത വരി. അവൻ ജീവിക്കുന്നതോ? യേശു ജീവിക്കുന്നതോ? ദൈവത്തിന് ജീവിക്കുന്നു. കണ്ടോ? പാപസംബന്ധമായി നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ, സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ആർക്ക് വേണ്ടി ജീവിക്കണം? യേശുവിന് വേണ്ടി. പിന്നെ ഇടമലം തിരിച്ച് നായ്ക്കളെ പോലെ ഛർദ്ദിച്ചതിനെ തിരിച്ചെടുത്തുകൊണ്ട് വരാൻ പാടില്ല. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? പിന്നെ നായ്ക്കളുടെ സ്വഭാവം നമുക്ക് വരല്ലേ? നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചുകൊള്ളണം. അത് നമ്മൾ കർത്താവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടവരാണ്, സ്നാനപ്പെട്ടവരാണ്. ഇനി സ്വന്തം നമ്മുടെ ബന്ധുക്കൾ, നമ്മുടെ നാട്ടുകാർ, നമ്മുടെ പ്രിയപ്പെട്ടവർ എല്ലാവരും പലതും പറയും. അപ്പോഴൊക്കെ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. സ്തോത്രം. ഞാൻ യേശുവിനോട് കൂടെ ചേർന്നതാണ്. എല്ലാ കൂട്ടത്തിനകത്ത് ചെന്ന് നിൽക്കേണ്ട ആളല്ല ഞാൻ. എല്ലാം സംസാരിക്കുന്ന പോലെ സംസാരിക്കേണ്ട ആളല്ല ഞാൻ. എല്ലാ പ്രശ്നവും പണ്ട് ഉണ്ടാക്കും പോലെ ഉണ്ടാക്കേണ്ട ആളല്ല ഞാൻ. പണ്ട് ഞാൻ മദ്യപിക്കുമായിരുന്നു, പണ്ട് ഞാൻ ചീത്ത വിളിക്കുമായിരുന്നു, പണ്ട് ദുർസ്വഭാവങ്ങൾ എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഞാൻ യേശുവിനോട് കൂടെ ചേരാൻ സ്നാനപ്പെട്ടു. ഇനി ഈ ദുർസ്വഭാവം എനിക്ക് പാടില്ല. ഇനി മോശം വാക്ക് എനിക്ക് പാടില്ല. ഇനി ഉടക്കമുണ്ടാക്കുന്ന സ്വഭാവം എനിക്ക് പാടില്ല. ഇനി കള്ളം പറയുന്ന സ്വഭാവം എനിക്ക് പാടില്ല. ഇനി എനിക്ക് അസൂയയുടെ സ്വഭാവം എനിക്ക് പാടില്ല. ഇനി എനിക്ക് പള്ളി മുടങ്ങാൻ പാടില്ല. എനിക്ക് യേശുവിനെ ആരാധിക്കണം. ഇനി എനിക്ക് പ്രാർത്ഥന മുടങ്ങിക്കൂടാ. എല്ലാ ദിവസവും ഞാൻ ഉണരുമ്പോൾ എനിക്ക് പ്രാർത്ഥിക്കണം. രാത്രി പോകുമ്പോൾ പ്രാർത്ഥിക്കണം. ഞാൻ ജോലിക്ക് പോയാലും വരുമ്പോഴും പോകുമ്പോഴും ഒക്കെ എൻ്റെ മനസ്സിനകത്ത് പ്രാർത്ഥിക്കണം. വീട്ടിൽ വന്ന് മനസ്സുകൊണ്ട് മാത്രമല്ല, അല്ലാതെ എനിക്കിരുന്ന് പ്രാർത്ഥിക്കണം. ദൈവവചനം വായിക്കണം. കണ്ടോ? സ്നാനപ്പെടും മുമ്പ് അങ്ങനെയല്ല, അത് കഴിയുമ്പോൾ മാറ്റമാണ്. സ്വത്രം. അങ്ങനെ പോകുമ്പോൾ ശത്രുവിന് നമ്മളെ തൊടാൻ പറ്റത്തില്ല. നമ്മുടെ ജീവിതത്തിനകത്ത് ഭയങ്കര ഒരു മാറ്റം ഉണ്ടാകും. അതങ്ങനെ വന്നാലേ മാറ്റമുള്ളൂ. അല്ലെങ്കിൽ സ്നാനപ്പെടുന്നു, വീണ്ടും സ്വത്രം ധിക്കരിക്കുന്നു, വേണ്ട എന്ന് മാറ്റിവെച്ചതെല്ലാം, ഉപേക്ഷിച്ച പാവങ്ങളെല്ലാം തിരികെ എടുക്കുന്നു. വേണ്ട, ആ കോപം എനിക്ക് വേണ്ട, ആ പിണക്കം എനിക്ക് വേണ്ട, ആ വിരോധം എനിക്ക് വേണ്ട, എനിക്ക് ആ വിദ്വേഷം വേണ്ട എന്ന് ഞാൻ വലിച്ചെറിയുന്നു. വീണ്ടും അത് തിരിച്ചെടുക്കുന്നു. എടുക്കുമ്പോൾ അത് പാപമായി മാറുന്നു. പാടില്ല. അടുത്ത വരി വായിച്ചേ. അവണ്ണം നിങ്ങളും പാപസംബന്ധമായി മരിച്ചവർ എന്ന്. കണ്ടോ? പാപസംബന്ധമായി മരിക്കുകയാണ് സ്നാനപ്പെടുമ്പോൾ. പാപസംബന്ധമായി മരിച്ചവരെന്നും. അടുത്ത് ക്രിസ്തു യേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവർ എന്നും. ഇനി എങ്ങനെ ജീവിക്കണം? ആർക്ക് വേണ്ടി?
യേശുവിന് വേണ്ടി. ഞാൻ മരിച്ചാലും യേശുവിന് വേണ്ടി, ജീവിച്ചാലും ഇനി എന്തൊക്കെ ഉണ്ടെങ്കിലും ഞായറാഴ്ച ദിവസം ഞാൻ പള്ളി വന്ന് ദൈവത്തെ, എനിക്ക് അവസരം കിട്ടുമ്പോഴൊക്കെ ഞാൻ പള്ളിയിൽ ഓടി വന്ന്, വീട്ടിൽ ഞാൻ ഇരിക്കുമ്പോൾ പള്ളിയിൽ ആരാധന നടക്കണേ ഞാൻ ഓടി വന്ന്, ഞായറാഴ്ച ഒരു ദിവസം മുടങ്ങാതെ ഞാൻ ഓടി വന്ന് ദൈവത്തെ ആരാധിക്കും. വീട്ടിൽ ഇരുന്ന് എനിക്ക് സമയം കിട്ടുമ്പോൾ ഞാൻ വേദപുസ്തകം വായിക്കുകയും പ്രാർത്ഥിക്കുകയും. അപ്പോഴത് വിട്ടനെടുക്കാൻ പറ്റത്തില്ല. നമ്മുടെ ജീവിതം മൊത്തം മാറും, വെളിച്ചം തട്ടും. ഇത് മറ്റൊരാൾ കാണുമ്പോൾ അവരും യേശുവിനെ അറിയും. നമ്മൾ കർത്താവിനോട് ചേർന്ന് കർത്താവിനായിട്ട് ജീവിക്കാമെന്നൊക്കെ പറഞ്ഞ് ഒരാഴ്ച പോയിട്ട് പിറ്റേ ആഴ്ച പോയാൽ പോയി. ക്രിസ്തുവിൽ നമ്മൾ നിലനിന്ന് പോകുമ്പോൾ നമ്മളിലൂടെ മറ്റൊരാൾ കർത്താവിൽ എന്ത് ചെയ്യും? നിലനിൽക്കും. നമ്മൾ ആദ്യം നിലനിൽക്കുമ്പോഴാണ് നമ്മൾ ആടി നിന്ന വേറൊരാളിനും കർത്താവിനെ കണ്ടുമുട്ടാൻ പറ്റത്തില്ല. നമ്മൾ നിലനിന്നാൽ അടുത്ത വീട്ടുകാരൻ വരും, നമ്മൾ അടുത്ത വീട്ടിനകത്തുള്ള അടുത്ത അംഗം വരും. നമ്മൾ ആദ്യം പിടിച്ച് കർത്താവിൻ്റെ കൃപയിൽ നിൽക്കണം. നമ്മൾ ആടിക്കൊണ്ടിരുന്നാൽ അവരൊരിക്കലും വരത്തില്ല, വീട്ടുകാർ. പക്ഷെ നമ്മൾ പിടിച്ച് നിന്ന് പോകുമ്പോൾ ഇനി രക്ഷയില്ലെന്നറിഞ്ഞിട്ട് അവരും കൂടെ എന്ത് ചെയ്യും? താനെ വന്ന് കർത്താവിൻ്റെ മുമ്പിൽ വന്ന് വീണിട്ട് പറയും, യേശു മാത്രം കർത്താവെന്നവർ പറയും. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി ഒരുക്കപ്പെടണം. ഹല്ലേലൂയ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഞാൻ ശാന്തമായി പറഞ്ഞ് എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടിയാണ്. നമ്മൾ അതിനു വേണ്ടി എന്ത് ചെയ്യണം? ഒരുക്കപ്പെട്ടേ തീരൂ. സ്തോത്രം. നമ്മളെ കാണുമ്പോൾ പെന്തക്കോസ്തുകാരെന്ന് പറയുക മാത്രമല്ല, നമ്മുടെ പ്രവൃത്തിയിലും ജീവിതത്തിനകത്തും സ്വഭാവത്തിനകത്തും നമ്മളിലൂടെ ആരെ കാണണം? യേശുവിനെ കാണണം, യേശുവിനെ കേൾക്കണം. അടുത്ത വരി വായിച്ചേ. ദൈവത്തിന് ജീവിക്കുന്നവരും നിങ്ങളെ തന്നെ എണ്ണുവിൻ. അടുത്ത് ആകയാൽ പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിൽ പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിൽ അതിന്റെ മോഹങ്ങളെ അനുസരിക്കുമാറ്. എന്താണ് മോഹം? ഒരു കോപം വന്ന അതിൻ്റെ മോഹം എന്താണ്? ആൾക്കാരോട് കോപിക്കണം. ഉണ്ടോ? ആ പാപത്തിൻ്റെ മോഹം അതാണ്. ഒരു കോപം വന്നു, അതിനൊരു മോഹമുണ്ട്. ആ മോഹം ഉടനെ കോപിക്കണം, രണ്ട് പറയണം. കർത്താവ് മക്കളത് വാഴരുത്. അതിന് നിങ്ങൾ ആത്മാവിൽ ജയിക്കണം. കർത്താവിനോട് പറഞ്ഞ, കർത്താവ് എനിക്ക് വേണ്ട, അവരെന്നെ ഉപദ്രവിച്ചാലും വഴക്ക് പറഞ്ഞാലും എനിക്ക് അവരെന്തോ പറയട്ടെ, കർത്താവ് അവിടെ പിടിച്ച് നിൽക്കാൻ എനിക്കൊരു കൃപ വേണം. ഹല്ലേലൂയ. എനിക്ക് അഭിഷേകം വേണം, ദൈവശക്തി വേണം. ആ പാപത്തിൽ നിന്ന് ജയിച്ച് പുറത്തു വരാൻ ദൈവത്തിൻ്റെ കൃപ വേണം. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിനോട് പറഞ്ഞ, കർത്താവ് പാപത്തെ ജയിക്കാൻ ദൈവത്തിൻ്റെ കൃപ എനിക്ക് വേണം. ഹല്ലേലൂയ. അടുത്ത വാക്യം വായിച്ചേ. നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി. കണ്ടോ? നമ്മുടെ അവയവങ്ങൾ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കുകയരുത്. ഇനി ഒരിക്കലും പാപത്തിന് സമർപ്പിക്കരുത്. ഈ കൈ കൊണ്ട് നമ്മൾ പാപം ചെയ്തെന്നിരിക്കട്ടെ. ഇപ്പോൾ ഉദാഹരണം, നമ്മുടെ കയ്യിലെല്ലാം മൊബൈൽ ഫോണുണ്ട്, ഉണ്ടല്ലോ, ഇല്ലാത്തവരൊക്കെ ചുരുക്കമാണ്. ആ കൈ കൊണ്ട് നമ്മൾ മൊബൈൽ ഫോണിൽ ഓരോ യൂട്യൂബ് തുറന്ന് ഒരുപാട് നല്ല കാര്യമുണ്ട്, ഒരുപാട് മോശം കാര്യവും ഉണ്ട്. ഈ വിരൽ മോശം കാര്യം തുറക്കാൻ, കണ്ടോ? സ്തോത്രം. മോശം കാര്യം തൊടാൻ, മോശം കാര്യം പ്രവൃത്തി ചെയ്യാൻ ഞാൻ എൻ്റെ കൈകളെ വിടുകയില്ല. അപ്പാ, എൻ്റെ വിരലുകളെ, സങ്കീർത്തന പുസ്തകം 144 എന്നാണ് എൻ്റെ ഓർമ്മ, എൻ്റെ വിരലുകളെ അഭ്യസിപ്പിച്ചിരിക്കുന്നു. വായിച്ചേ 1-ാം വാക്യം. എൻ്റെ പാറയാകുന്ന യഹോവ വാഴ്ത്തപ്പെട്ടവൻ. അവൻ യുദ്ധത്തിന് എൻ്റെ കൈകളെയും പോരിന് എൻ്റെ വിരലുകളെയും അഭ്യസിപ്പിക്കുന്നു. കർത്താവിനോട് പറയണം, കർത്താവേ, എൻ്റെ വിരലുകളെ പാപം ചെയ്യാതിരിക്കാൻ, അഭിഷേകത്തിനായി ശത്രുവിൻ്റെ പോരുകളെ ഉടയ്ക്കാൻ എൻ്റെ വിരലുകൾ ദൈവശക്തിയിൽ നിറയട്ടെ. അഭ്യസിപ്പിക്കണമേ. എൻ്റെ വിരലുകളെ ഒന്ന് അഭ്യസിപ്പിക്കണമേ. കർത്താവ്, മറ്റൊരാളിനെ കാണുമ്പോൾ, മറ്റൊരാളിനെ ഞാൻ സ്തോത്രം ഹല്ലേലൂയ അടുക്കൽ പോകുമ്പോൾ അവരോട് സ്തോത്രം പറയുമ്പോൾ അഭ്യസിപ്പിക്കപ്പെട്ട വിരലുകളായി അവരോട് സ്തോത്രം പറയുവാൻ, അവരുടെ കരം പിടിക്കുമ്പോൾ അഭ്യസിപ്പിക്കപ്പെട്ട വിരലുകളായിട്ട് ആ കൈയോടെ ഞാൻ പിടിക്കുമ്പോൾ അവരും വിടുവിക്കപ്പെടണം. അപ്പച്ച, അവരും വിടുവിക്കപ്പെടണം. എൻ്റെ കൈ വിരലുകളെ ഒന്ന് അഭ്യസിപ്പിക്കണമേ. യേശുപ്പച്ചൻ്റെ വിരലുകളെ പോലെ, ആരൊക്കെ പറയും, യേശുപ്പച്ചൻ്റെ വിരലുകളെ പോലെ എൻ്റെ വിരലുകളെയും ഒന്ന് മാറ്റണമേ. ഹല്ലേലൂയ. കണ്ടോ? അതിനകത്ത് എഴുതിയിരിക്കുന്നു, വായിച്ച റോമർക്ക് ലേഖനവിനി. നിങ്ങൾ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായും. കണ്ടോ? മുകളിൽ തൊട്ട്, നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കുകയും അരുത്. പാപത്തിന് സമർപ്പിക്കരുത്. ശരീരത്തിന് കണ്ണ് പലതും കാണാൻ ഇഷ്ടപ്പെടും. പാപത്തിന് സമർപ്പിക്കരുത്. പാപത്തിന് ഒന്നുകൂടി തിരിഞ്ഞെന്ന് ഏതെങ്കിലും ഒരു പിക്ചർ, ദൈവഹിതമല്ലാത്തൊരു പിക്ചർ കണ്ടു എന്നിരിക്കട്ടെ, ശരീരം പറയും, നീ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയല്ലോ, ഒന്ന് താഴെ പിടി, ആ ഫോട്ടോ ഒന്ന് കാണുന്നു. നമ്മളെ ജഡമിരുന്ന് പറയും. വിരലുകളെ അഭ്യസിപ്പിച്ച വിരൽ പറയും, വേണ്ട, അത് ഞാൻ കാണേണ്ട ആളല്ല.
കണ്ടോ? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇപ്പം പാവം എല്ലാം വിരൽ തുമ്പിലാണ്, കയ്യിൽ ഫോണിലൂടെ എല്ലാം ചെയ്യും. ദൈവത്തിന് സ്തോത്രം. ഒരുപാട് നല്ല കാര്യമുണ്ട്, ഒരുപാട് ദോഷം കാര്യവും ഇതിനകത്തുണ്ട്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ വിരലുകളെ അഭ്യസിപ്പിക്കണം. ജഡത്തെ പാപത്തിന് വേണ്ടി വിട്ടുകൊടുക്കരുത്. ആ വരി ഒന്നുകൂടെ വായിച്ച ആ വാക്യം, അത് എന്നെ വിട്ട് പോകുന്നില്ല. 13 വാക്യം. നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി വാ അനീതി പറയാൻ, പാപം പറയാൻ ഇനി വിട്ടുകൊടുക്കല്ലേ. നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മൾ വാ കൊണ്ട് ചിലപ്പോൾ ദേഷ്യം വന്ന 2 ചീത്തയൊക്കെ, ചിലർക്ക് ചീത്ത വിളിച്ചാൽ സമാധാനം വരും. മദ്യപിച്ചിട്ടുണ്ടെന്നേ ഇല്ല, വേറെ ഒന്നുമില്ല. ചിലരുടെ വായിൽ ചീത്ത വിളിച്ചാൽ സ്വസ്ഥത വരുമായിരിക്കും. അവരങ്ങനെ വിളിക്കുകയാണ്. വിളിച്ച് 10 വിളിച്ച് കഴിയുമ്പോൾ അവർ സമാധാനത്തോടെ ചെന്ന് അവിടെ ഇരിക്കും. എന്നാൽ ഞാൻ 10 കൊടുത്തല്ലോ, സംഭവം വായിൽ കർത്താവിൻ്റെ ശക്തി ഇറങ്ങും. കണ്ടോ? അപ്പോൾ വാ അനീതി പറയാൻ വിടരുത്. കർത്താവിനോട് പറയണം, കർത്താവിൻ്റെ വായെ ഒന്ന് ശുദ്ധീകരിക്കണം. എൻ്റെ വായിൽ കർത്താവിൻ്റെ തീ ഇറങ്ങി കത്തട്ടെ. കണ്ടോ? യെശയ്യാവിൻ്റെ പുസ്തകം സ്തോത്രം 6-ാം അധ്യായം വായിക്കുമ്പോൾ അതിനകത്തൊരു വാക്യമുണ്ട്. വായിക്കാമോ? യെശയ്യാവിൻ്റെ പുസ്തകം 6-ാം അധ്യായം 6. യെശയ്യാവിൻ്റെ പുസ്തകം 6-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. അടുത്ത് അവന്റെ വസ്ത്രത്തിന്റെ വിളുമ്പുകൾ മന്ദിരത്തെ നിറച്ചിരുന്നു. നിങ്ങൾക്ക് ഉറക്കം വരുന്നുണ്ട് ഈ വചനം കേൾക്കുമ്പോൾ? ഉറങ്ങല്ലേ. വചനം അകത്ത് വീഴണം. നമ്മുടെ അകത്ത് വചനം വീഴണം. ഒരു കുറച്ച് മാസം മുമ്പാണെങ്കിൽ മൊത്തം രാവിലെ തുടങ്ങിയാൽ വൈകുന്നേരം വരെ എന്തോന്നാ വചനം മാത്രം. ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ എല്ലാം കർത്താവ് നമുക്ക് തരുന്നുണ്ട്. വായിച്ചേ. സാറാഫുകൾ അവന് ചുറ്റും നിന്നു. ഓരോരുത്തന് 6 ചിറകുണ്ടായിരുന്നു. 2 കൊണ്ട് അവർ മുഖം മൂടി, 2 കൊണ്ട് കാൽ മൂടി, 2 കൊണ്ട് പറന്നു. ഒരുത്തനോട് ഒരുത്തൻ സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങളുടെ ദൈവമാകുന്ന യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സർവ്വഭൂമിയും അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് ആർത്തു പറഞ്ഞു. അടുത്തവർ അവർ ആർക്കുന്ന ശബ്ദത്താൽ ഉമ്മരപ്പടികളുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി. കണ്ടോ? ഉമ്മറപ്പടിയുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി. അടുത്തവരി ആലയം പുക കൊണ്ട് നിറഞ്ഞു. സാറാബുകൾ ആരാധിച്ചപ്പോൾ ആലയം പുക കൊണ്ട് ഇത് നിറഞ്ഞു. അടുത്തവരി അപ്പോൾ എനിക്ക് അയ്യോ കഷ്ടം. അടുത്ത ഞാൻ നശിച്ചു. ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങൾ ഉള്ളൊരു മനുഷ്യൻ. ഇതാരാ വിളിച്ചു പറഞ്ഞ? യെശയ്യാവെന്ന പ്രവാചകൻ. അയ്യോ ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അധരമുള്ളവൻ. അടുത്ത് ശുദ്ധിയില്ലാത്ത അധരങ്ങൾ ഉള്ള ജനത്തിന്റെ നടുവിൽ വസിക്കുന്നു. അടുത്ത് എന്റെ കണ്ണു സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ കണ്ടുവല്ലോ. പാപം ഉണർന്നപ്പോൾ യെശയ്യാവ് അലറി വിളിച്ചു. അടുത്തവര് അപ്പോൾ സാറാഫുകൾ ഒരുത്തൻ. കണ്ടോ? കർത്താവിന്റെ മുമ്പിൽ വിളിച്ചപ്പോൾ, അയ്യോ എന്ന് വിളിച്ചപ്പോൾ സാറാഫുകൾ ഒരുത്തൻ യാഗപീഠത്തിൽ നിന്ന്, കണ്ടോ, പാപം വെളിപ്പെട്ടപ്പോൾ, പാപം യെശയ്യാവ് കണ്ടപ്പോൾ ദൈവത്തിന്റെ മുമ്പിൽ നിന്നു. ദൈവത്തെ കണ്ടപ്പോൾ മനസ്സിലായി, അയ്യോ ശുദ്ധിയില്ലാത്ത അതരം, ശുദ്ധിയില്ലാത്ത സ്വത്രവധനം ഉള്ള ഞാനാണ്. കർത്താവേ, എനിക്ക് ഇതിനൊരു വിടുതൽ വേണം. അയാൾ അലറുമ്പോൾ ദൂതൻ കണ്ടോണ്ടിരുന്നു. ദൂതൻ പതുക്കെ ഒരു കൊടിൽ കൊണ്ടൊരു തീക്കനലെടുത്തു. വായിച്ചേ. കൊടിൽ കൊണ്ട് ഒരു തീക്കനലെടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് എന്റെ അടുക്കൽ പറന്നു വന്നു. ആരുടെ അടുക്കൽ പറന്നു വന്നു? യെശയ്യാവിന്റെ അടുക്കൽ പറന്നു വന്നു. എങ്ങനെ വന്നു? പറന്നു വന്നിട്ട് അടുത്ത് അത് എന്റെ വായ്ക്ക് തൊടുവിച്ചു. വായിൽ അങ്ങ് തൊട്ടു. എവിടെ തൊട്ടു? വായിൽ തൊടിച്ചു. വായാണ് കുഴപ്പം പിടിച്ചായിരുന്നത്. വായായിരുന്നു അനീതിയിലേക്ക് പോകുന്നത്. വായായിരുന്നു പാപം ചെയ്യുന്നത്. വായായിരുന്നു ദൈവഹിതമല്ലാത്ത സംസാരിക്കുന്നത്. എന്നാൽ ദൈവഹിതമല്ലാത്ത സംസാരിക്കുന്ന വായിലേക്ക്, ആധരത്തിലേക്ക് സ്വർഗത്തിലെ ദൈവത്തിന്റെ ദൂതനിറങ്ങി തീയെടുത്ത് അങ്ങ് വെച്ചു. അടുത്ത വരി. ഇത് നിന്റെ അധരങ്ങളെ തൊട്ടതിനാൽ നിന്റെ അകൃത്യം നീങ്ങി. കണ്ടോ? നിന്റെ അകൃത്യം, ഈ അധരം നിമിത്തമുള്ള അകൃത്യം നീങ്ങി, നിന്റെ പാപത്തിന് പരിഹാരം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. നമ്മുടെ പാപത്തിന് പരിഹാരം വന്നു. അയാളുടെ പാപത്തിന് പരിഹാരം വന്നു എന്ന് യെശയ്യാവിനോട് പറഞ്ഞു. അങ്ങനെയെങ്കിൽ അധരത്തിനകത്ത് വരുന്ന പാപം, നമ്മുടെ അധരത്തിൽ വന്ന, നമ്മുടെ വായിൽ വന്ന പാപം, അത് പോകണമെങ്കിൽ ദൈവത്തോട് പറയുമ്പോൾ സ്വർഗത്തിലെ തീ നമ്മുടെ നാവിൽ പകരും, അധരത്തിൽ പകരും. തൊടുമ്പോൾ എന്ത് സംഭവിക്കും? അശുദ്ധിയെല്ലാം ചാരമാകും. ആ കെട്ടുകൾ പൊട്ടും, പാപത്തിൻ്റെ മണ്ഡലം അഴിയും. അപ്പോൾ അനീതിയുടെ അവയവങ്ങളായി നമ്മളിനി സമർപ്പിക്കരുത്. ആ പാപം നമുക്കിനി വേണ്ട. കർത്താവിനെ കണ്ടുമുട്ടി കർത്താവിനോട് കൂടെ ചേർന്ന് കർത്താവിൽ ജീവിക്കുന്ന ഒരു പൈതലിന് നടക്കുന്ന നടപ്പിന് വ്യത്യാസമുണ്ട്, അവരുടെ ഒരുക്കത്തിന് വ്യത്യാസമുണ്ട്, അവരുടെ സംസാരത്തിന് വ്യത്യാസമുണ്ട്, അവരുടെ നോട്ടത്തിന് വ്യത്യാസമുണ്ട്, അവരുടെ എല്ലാത്തിനും വ്യത്യാസമുണ്ട് സ്നേഹിതരെ. ഹല്ലേലൂയ. അടുത്ത വാക്യം വായിച്ചേ.
നിങ്ങളെ തന്നെ മരിച്ചിട്ട്, കണ്ടോ, നമ്മൾ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായും നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായും ദൈവത്തിന് സമർപ്പിച്ചുകൊള്ളുക. കണ്ടോ, ഇനി നീതിയുടെ ആയുധങ്ങളായിട്ട് വേണം നമ്മുടെ അവയവങ്ങൾ. ആരാധിക്കുന്ന മക്കളുടെ അവയവങ്ങൾ എപ്പോഴും എന്തിനുണ്ട്? നീതിയുടെ ആയുധങ്ങൾ വേണം, അനീതിയുടെ അല്ല. കർത്താവിൻ്റെ ഹിതം ചെയ്യുന്ന ശരീരം. പറഞ്ഞ് എൻ്റെ ശരീരം കർത്താവിൻ്റെ ഹിതം ചെയ്യുന്ന ശരീരം. പറഞ്ഞ് എൻ്റെ ശരീരം കർത്താവിൻ്റെ ഹിതം ചെയ്യുന്ന ശരീരം. അടുത്ത വാക്യം, നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്രേ അധീനരാകയാൽ പാപം നിങ്ങൾ കർത്തൃത്വം നടത്തുകയില്ലല്ലോ. അടുത്ത, കൃപയാലാണ് വിടുതൽ. പാപമോചനം എങ്ങനെയാണ്? കൃപയാൽ. രക്ഷിപ്പ് എങ്ങനെയാണ്? കൃപയാൽ. പാപമോചനം എങ്ങനെയാണ്? കൃപയാൽ. നമ്മൾ പ്രാർത്ഥിക്കണം, അപ്പച്ച അവിടുത്തെ ശക്തി പകരണേ, അവിടുത്തെ രക്തം കൊണ്ട് എൻ്റെ പാപത്തെ കഴുകണേ, കർത്താവ് കൃപ പകരണേ, പാപം ചെയ്യാതെ ജീവിക്കാൻ കൃപ തരണമേ. കൃപയാലാണ് നമുക്ക് പാപമോചനം കിട്ടുന്നത്. നമ്മൾ പാപം ഏറ്റു പറഞ്ഞ ശേഷം വിശ്വസിച്ചാലേ അതിന് മോചനം ഉള്ളൂ. ഹല്ലേലൂയ. പാപം ഏറ്റു പറയുമ്പോൾ തന്നെ ആര് ക്ഷമിക്കും? യേശു ക്ഷമിക്കും. നമ്മളതങ്ങ് വിശ്വസിക്കണം. യേശുവിനോട് ക്ഷമിച്ചു. അടുത്ത വരി, എന്നാൽ എന്ത് ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്ര അധീനരാകയാൽ നാം പാപം ചെയ്യുക എന്നോ അർത്ഥം എന്താ? ഒരു പ്രാവശ്യം പാപം ചെയ്തു, കർത്താവേ എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് വീണ്ടും അതേ പാപം ചെയ്തു. അങ്ങനെയാണോ? അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇന്ന് പാപം ചെയ്തു, ഏറ്റു പറഞ്ഞ് ഉപേക്ഷിച്ചു, നാളെ ആ പാപം വരല്ലേ. അഥവാ വന്നാൽ വീണ്ടും പ്രാർത്ഥിച്ച് അടുത്ത് വരാതെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ക്രിസ്തുവിൻ്റെ കയ്യിലെ പാത്രമാക്കി അങ്ങ് വിട്ടുകൊടുക്കണം. കർത്താവേ, ആ പാപം വീണ്ടും വന്നപ്പാ എനിക്ക് രക്ഷപ്പെട്ടേ തീരൂ, എനിക്കതിൽ നിന്ന് രക്ഷപ്പെട്ടേ തീരൂ. ഓ യേശുവേ, ഞാൻ രക്ഷപ്പെട്ടേ തീരൂ, എൻ്റെ കർത്താവിനെ രക്ഷിച്ചേ തീരൂ, അവിടുത്തെ ശക്തി തന്നേ തീരൂ. ആ പാപം എനിക്ക് വേണ്ട, ആ പാപ സ്വഭാവം എനിക്ക് വേണ്ട, എനിക്ക് രക്ഷപ്പെടണം. അടുത്തവർ വായിച്ചേ. ഒരു നാൾ വരുത് നിങ്ങൾ ദാസന്മാരായി അനുസരിപ്പാൻ നിങ്ങളെ തന്നെ സമർപ്പിക്കുകയും. കണ്ടോ, ദാസന്മാരായി അനുസരിപ്പാൻ സമർപ്പിക്കുകയും നിങ്ങൾ അനുസരിച്ച് പോരുകയും ചെയ്യുന്നവന് ദാസന്മാർ ആകുന്നു എന്ന് അറിയുന്നില്ലയോ? അടുത്തവരെ, ഒന്നുകിൽ മരണത്തിനായി പാപത്തിന്റെ ദാസന്മാർ. രണ്ട് കാര്യമുണ്ട്. ഒന്നുകിൽ മരണത്തിനായി പാപത്തിന്റെ ദാസന്മാർ, എന്തോളം ചെയ്ത് അങ്ങനെ ജീവിക്കാം, പാപം ചെയ്ത് നമുക്കങ്ങ് ജീവിക്കാം. അടുത്ത്, അല്ലെങ്കിൽ നീതിക്കായി അനുസരണത്തിന്റെ ദാസന്മാർ തന്നെ. കണ്ടോ, രണ്ട് ദാസന്മാരുണ്ട്. ക്രിസ്തുവിന്റെ വചനം എന്ത് ചെയ്യാം? ഒരു ദാസൻ അനുസരിച്ച് വചനപ്രകാരം പോകും. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഇഷ്ടം പോലെ അങ്ങ് പോകും. പാവത്തിന്റെ ദാസൻ. കണ്ടോ, പാവത്തിന്റെ ദാസൻ പാവം ചെയ്ത് പോകും. നമുക്ക് ഏത് വേണം? രണ്ട് ദാസത്വമുണ്ട്. ഒന്ന് പാവത്തിന്റെ ദാസൻ, ഒന്ന് ദൈവത്തിന്റെ ദാസൻ. ഏത് വേണം? ഒന്നുകൂടെ വായിച്ചാൽ വരി. എന്നറിയുന്നില്ല. ഒന്നെങ്കിൽ മരണത്തിനായി പാപത്തിന്റെ ദാസന്മാർ, അല്ലെങ്കിൽ നീതിക്കായി അനുസരണത്തിന്റെ ദാസന്മാർ തന്നെ. എന്ത് വേണം? അനുസരണത്തിന്റെ ദാസനാകണോ പാപത്തിന്റെ ദാസനാകണോ? നമ്മൾ തന്നെ തീരുമാനിക്കണം. ഏത് ദാസനാകണം? പാപത്തിന്റെ ദാസനാകണമോ അനുസരണത്തിന്റെ ദാസനാകണമോ? ഹല്ലേലൂയ. ഇന്ന് ഒന്ന് ചിന്തിക്കണം, എനിക്കിനി പാപത്തിന്റെ ദാസനായി ജീവിക്കേണ്ട. എനിക്ക് ആരുടെ ദാസനാകണം? അനുസരണത്തിൻ്റെ. യേശു അനുസരിക്കുന്നവനായിരുന്നു. എവിടെ കിടക്കുന്നു? ഫിലിപ്പിയർക്ക് ലേഖനം 2-ാം അധ്യായം 6-ാം വചനം മുതൽ അങ്ങോട്ട് വായിക്കുമ്പോൾ, ഫിലിപ്പിയർക്ക് ലേഖനം 2-ാം അധ്യായം 6-ാം വാക്യം മുതൽ അങ്ങോട്ട് വായിക്കാം. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന്. യേശു ആരായിരുന്നു? ദൈവം തന്നെയായിരുന്നു. എന്നാൽ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ച് അങ്ങനെ ഇരിക്കണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്തു. യേശു എങ്ങനെ വന്നു? ദാസനെ പോലെ ദാസരൂപം എടുത്തു. മനുഷ്യ സാദൃശ്യത്തിലായി. മനുഷ്യനെ പോലെ ദൈവം എന്നുള്ള സാദൃശ്യം മാറി പാരായി മനുഷ്യനായി. തന്നെത്താൻ ഒഴിച്ച്. കണ്ടോ, ശാലിന് തന്നെത്താൻ ഒഴിക്കണം. തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി, വേഷത്തിൽ, സ്വഭാവത്തിൽ, നോട്ടത്തിൽ, ചിന്തയിൽ ഒരു ദൈവ പൈതലായി നമ്മൾ മാറണം. അടുത്ത്, വിളങ്ങി തന്നെത്താൻ യേശു താഴ്ത്തി മരണത്തോളം. കണ്ടോ, മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. കണ്ടോ, അനുസരണത്തിന്റെ നിറകൂടം ആരാണ്? യേശു. ഇതേ അനുസരണം ആർക്ക് വരണം? യേശു അനുസരണത്തിന്റെ നിറകൂടമായിരുന്നു. നിറഞ്ഞൊഴുകി. അതാ എല്ലാ നിറവിനോളം നിറഞ്ഞു വരണമെങ്കിൽ ഒന്ന് എന്ന അനുസരണം. യേശു അനുസരിക്കുന്ന ആള് അനുസരിച്ചു. യേശു അനുസരണയുടെ നിറവായിരുന്നു. നിറഞ്ഞൊഴുകിക്കൊണ്ടിരിക്കും. പിതാവ് പറയുന്നല്ലാതെ പുത്രൻ ഒന്നും ചെയ്യത്തില്ല. പിതാവ് എന്ത് പറയും അത് തന്നെ പുത്രൻ ചെയ്യും. പിതാവ് പറയാത്തതൊന്നും പുത്രന് ചെയ്യാനായിട്ട് അറിയത്തില്ല, അറിഞ്ഞുകൂടാ, ചെയ്യുകയുമില്ല. അങ്ങനെയായിരുന്നു ആര്? യേശു ക്രിസ്തു. അതുകൊണ്ടാണ് മത്തായി യോഹന്ന സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 19-ാം വാക്യം വായിക്കുമ്പോൾ, യോഹന്ന സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 19-ാം വാക്യം വായിക്കുമ്പോൾ, സ്തോത്രം, ആർക്കൊക്കെ വചനം ഇഷ്ടമുണ്ട് കേൾക്കാൻ അവരെല്ലാവരും വേദപുസ്തകം തുറന്ന് നോക്കിയേ. ആകയാൽ യേശു അവരോട് ഉത്തരം പറഞ്ഞത്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്ത് കാണുന്നതല്ലാതെ. ഉണ്ടോ? പിതാവ് ചെയ്ത് കാണുന്നതല്ലാതെ. അടുത്ത്, പുത്രന് സ്വതേ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. പുത്രന് സ്വതേ ഒന്നും എന്ന് പറഞ്ഞാൽ യേശു എപ്പോഴും പിതാവിനെ കണ്ടുകൊണ്ടിരുന്നു,
പിതാവിനെ കാണുമ്പോൾ പിതാവ് എന്ത് ചെയ്ത് മോന് കാണിച്ചു കൊടുക്കുമ്പോൾ അത് മാത്രം യേശു ചെയ്തു. എൻ്റെ യേശുവിൻ്റെ സ്വപ്നം ഇതാ, ശാലിനി നീ എന്നെ കണ്ട് ഞാൻ എന്ത് ചെയ്യും അത് നീ ചെയ്യും. കണ്ടോ, സ്വന്തമായിട്ട് യേശുവിനൊന്നും ചെയ്യാൻ പറ്റിയില്ല, ചെയ്തില്ല. കണ്ടോ, സ്വതേ ഒന്നും ചെയ്തില്ല. നമ്മൾ ചിന്തിക്കണം, ഞാൻ സ്വതേ വല്ലതും ചെയ്യുന്നുണ്ടോ? കണ്ടോ, സ്വതേ ചെയ്യുന്നെങ്കിൽ എന്തുകൊണ്ടാണ് ചെയ്യുന്നത്? എൻ്റേതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ എൻ്റെ യേശു പറയുന്നതാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നല്ലോ. യേശു പറയുന്നതാണ് ചെയ്തുകൊണ്ടിരുന്നല്ലോ. കർത്താവിനനുസരിച്ച് പോവുകയാണ്. അടുത്തവർ വായിച്ചേ. ഈ വാക്യമല്ല, നേരത്തെ വായിച്ച ഫിലിപ്പിയർക്ക് ലേഖനം. അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി. കണ്ടോ, എൻ്റെ ദൈവം ഏറ്റവും ഉയർത്തി. അടുത്ത് സകല നാമത്തിന് മേലായ നാമം അനുസരിച്ച് പോയവനെ ദൈവം ഉയർത്തി. ഇന്ന് നമ്മൾ യേശുവിൻ്റെ അനുസരണം നമ്മളിൽ വന്നാൽ ഈ ഭൂമിയിലെ ജീവിതത്തിനകത്തും നമ്മളെ ദൈവം അനുഗ്രഹിക്കും. ഇതിന് ശേഷം നിത്യതയിലും നമ്മളെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. ഇവിടം കൊണ്ട് തീരുന്ന കാര്യമല്ല ഇത്. ഇതിൻ്റെ അപ്പുറത്തും നമ്മളെ സ്വീകരിക്കാൻ ദൂതന്മാർ വരും. നമ്മളെ കർത്താവിൻ്റെ രാജ്യത്തിൽ പോകുമ്പോഴും ഈ അനുസരിക്കുന്ന മക്കളെ ദൈവം അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. പാട്ടുകാരൻ പാടി, നീ എൻ സ്നേഹമാ, നീ എൻ ജീവനാ, നീ എൻ സ്വന്തമാണൻ യേശുവേ. നീ എൻ സ്നേഹമാ, നീ എൻ ജീവനാ, നീ എൻ സ്വന്തമാണൻ യേശുവേ. നീ തന്ന രക്തവും നീ തന്ന മാംസവും നീ തന്ന പ്രാണനും ശ്രേഷ്ഠമേ. നീ തന്ന രക്തവും നീ തന്ന മാംസവും നീ തന്ന പ്രാണനും ശ്രേഷ്ഠമേ. ഹല്ലേലൂയ, 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 നാഥനേ. ഹല്ലേലൂയ, 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 യേശുവേ. നിൻ ക്രൂശിലെ ത്യാഗമെൻ ഭാഗ്യമായി മാറി. നീ ഏറ്റ കഷ്ടങ്ങളോ എന്നെ ശ്രേഷ്ഠനാക്കി മാറ്റി. നിൻ ക്രൂശിലെ ത്യാഗം ഭാഗ്യമായി മാറി. നീ ഏറ്റ കഷ്ടങ്ങളോ എന്നെ ശ്രേഷ്ഠനാക്കി മാറ്റി. നീ ചുമന്ന നിന്ന എന്നെ മാന്യനാക്കി മാറ്റി. ആ നൊമ്പരങ്ങൾ എന്നിൽ ആനന്ദമായി മാറി. നീ ചുമന്ന നിന്ന എന്നെ മാന്യനാക്കി മാറ്റി. ആ നൊമ്പരങ്ങൾ എന്നിൽ ആനന്ദമായി മാറി. നീ എൻ സ്നേഹമാ, നീ എൻ ജീവനാ, നീ എൻ സ്വന്തമാണ് യേശുവേ. നീ എൻ സ്നേഹമാ, നീ എൻ ജീവനാ, നീ എൻ സ്വന്തമാണ് യേശുവേ. നീ തന്ന രക്തവും നീ തന്ന മാംസവും നീ തന്ന പ്രാണനും ശ്രേഷ്ഠമേ. നീ തന്ന രക്തവും നീ തന്ന മാംസവും നീ തന്ന പ്രാണനും ശ്രേഷ്ഠമേ. ഹല്ലേലൂയ, 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 യേശുവേ. ഹല്ലേലൂയ, 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 നാഥനേ. കണ്ടോ കർത്താവേ, നിന്റെ തലയിലെ മുള്ളുകൾ കണ്ടോ, കർത്താവിൻ്റെ തലയിലെ മുള്ളുകളാണ്. നേരത്തെ കേട്ടില്ലേ, കർത്താവ് വേഷത്തിൽ മനുഷ്യനായി തന്നെത്താൻ ഒഴിച്ച് ആ ക്രൂശിലെ മരണത്തോളം ആ മുള്ളടിക്കുമ്പോഴും അനുസരണമുള്ളവനായി നിന്നു കൊടുത്തു അല്ലേ. ഫിലിപ്പിയറിൽ ആ തലയിൽ മുള്ളടിച്ചപ്പോൾ, മുൾക്കിരീടം വച്ചപ്പോൾ, യേശുവിന്റെ ശരീരത്തിൽ ആ മുള്ള് കണ്ണിനെ തുളച്ചപ്പോൾ അനുസരണമുള്ളവനായി മിണ്ടാതെ നിന്നു കൊടുത്തു. അത് എന്നെയും നിങ്ങളെയും ശ്രേഷ്ഠരാക്കി മാറ്റി. നിൻ തലയിലെ മുള്ളുകൾ കർത്താവ് പദവിയായി മാറി. കേട്ടോ, നമ്മുടെ
പദവി യേശു ഏറ്റ തലയിലെ മുള്ളുകളാണ്. സഹോദരങ്ങൾ, എത്രയൊക്കെ മനസ്സിലായി? എൻ്റെ അപ്പൻ്റെ തലയിലെ മുള്ളുകൾ എൻ്റെ പദവിയായി മാറി. നിന്റെ ആഴമാം മുറിവുകൾ എൻ സൗഖ്യമായി മാറി. ആ മുറിവിലൂടെ യേശു പറഞ്ഞു, അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് ഏവർക്കും സൗഖ്യം വന്നിരിക്കുന്നു. ഇത്രയൊക്കെ മനസ്സിലായി? അടിപ്പിണർ, ആ മുള്ള്, തലയിൽ മുള്ള് നിറച്ചപ്പോൾ കർത്താവ് എന്നെ പദവിയാക്കി മാറ്റി കേട്ടോ. അതാ എന്നെ ആക്കിയത്. കർത്താവിൻ്റെ മുള്ളുകളാ. നിങ്ങൾക്ക് എത്രയൊക്കെ വെളിപ്പെടുന്ന എനിക്കറിയത്തില്ല. നോക്കിക്കേ, വീണ്ടും ആ പാട്ടിൽ പറയുന്നു, നിന്റെ ആഴമാർന്ന മുറിവുകൾ എന്നെ സൗഖ്യനാക്കി മാറ്റി. കർത്താവെ, അങ്ങയുടെ ആഴമായ മുറിവ് അങ്ങേക്കാതിരുന്നെങ്കിൽ എനിക്ക് സൗഖ്യം വരത്തല്ലായിരുന്നു. എന്നാൽ ആഴമായ മുറിവുകൾ, നീ ചൊരിഞ്ഞ രക്തവും എന്നിൽ ജീവനായി മാറി. ആ പ്രാണവേദനയിൽ ജീവിതം ധന്യമായി. ആർക്കൊക്കെ മനസ്സിലാവുന്നുണ്ടോ? നിൻ തലയിലെ മുള്ളുകൾ എൻ പദവിയായി മാറി. നിന്നാഴമാ മുറിവുകൾ എന്നെ സൗഖ്യമായി മാറി. നിൻ തലയിലെ മുൾ എൻ പദവിയായി മാറി. നിന്നാഴമാ മുറിവുകൾ എൻ സൗഖ്യമായി മാറി. നീ ചൊരിഞ്ഞ രക്തം എന്നിൽ ജീവനായി മാറി. ആ പ്രാണവേദനയിലെൻ ജീവിതം ധന്യമായി. ആ പ്രാണവേദനയിലാണ് നമ്മുടെ ജീവിതം ധന്യമായത്. നിങ്ങൾക്ക് അതൊക്കെ മനസ്സിലായി? യേശു ക്രൂസിൽ പ്രാണവേദനപ്പെടുമ്പോൾ നോക്കിക്കേ, തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി തന്നെത്താൻ താഴ്ത്തി ആ ക്രൂസിലെ മരണത്തോളം അനുസരണയുള്ളവനായി മാറി. ആ രക്തമാണ് എന്നെ ശ്രേഷ്ഠനാക്കിയത്. ആ കൃപയാണ് എനിക്ക് ഭാഗ്യമായത്. എൻ്റെ കർത്താവിൻ്റെ കഷ്ടങ്ങളാണ് എന്നെ ശ്രേഷ്ഠതയുള്ള ആളാക്കി മാറ്റിയത്. ഇന്നിവിടെ നിൽക്കാൻ കാരണം യേശുവിൻ്റെ കഷ്ടതയാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു ചോദിക്കുക, നിങ്ങളിവിടെ ഇരിക്കാൻ കാരണം യേശുവിൻ്റെ ക്രൂശാണ്. ആ പേർ ജീവന്റെ പുസ്തകത്തിൽ വരാൻ കാരണം ആ മുറിവേറ്റ മുറിപ്പാടിലൂടെ ഒഴുകിയ രക്തമാണ്. അങ്ങനെയെങ്കിൽ ആ ക്രിസ്തുവിനെ ആ സ്നേഹം നമുക്കൊന്ന് ഓർക്കണം. ഹല്ലേലൂയ. യേശു എന്നെ സ്നേഹിച്ച സ്നേഹം മറക്കരുത്. യേശുവിന് സ്വതവേ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. യേശു പിതാവിനെ കണ്ട് ചെയ്തു, എല്ലാം അനുസരിച്ചു. അവൻ അനുസരിച്ചിൻ്റെ നിറവ് യേശുവിലുണ്ടായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളിൽ അനുസരണയുടെ നിറവുണ്ടോ? ഹല്ലേലൂയ. നമ്മളിൽ ഓരോരുത്തരിലും അനുസരണയുടെ നിറവുണ്ടോ? എന്നാൽ യേശുവിൽ അനുസരണത്തിൻ്റെ നിറവുണ്ടായിരുന്നു. യേശു ക്രൂശിലെ മരണത്തോളം എന്ത് ചെയ്തു? അനുസരണമുള്ളവനായി മാറി. യേശു ഇങ്ങനെ ക്രൂശിലെ മരണത്തോളം, എങ്ങനെ അവസാനം വരെയും മരണം വരെയും യേശു പിതാവിനെ അനുസരിച്ചു. അങ്ങനെയെങ്കിൽ സ്നാനപ്പെട്ട എൻ്റെ യേശുവിനോട് കൂടെ കർത്താവിൽ നമ്മൾ ജീവിക്കാൻ തുടങ്ങുമ്പോൾ അനുസരിക്കുന്ന മക്കളായി മാറണം. ദൈവവചനം കേൾക്കുമ്പോൾ അനുസരിക്കണം. സ്വത്രം പ്രാർത്ഥിക്കേണ്ടതിന് പകരം ഹല്ലേലൂയ, ഇന്ന് വേണ്ട നാളെ ആകട്ടെ, അങ്ങനെയല്ല. പ്രാർത്ഥിക്കണം, ദൈവവചനം ധ്യാനിക്കണം, ആലയത്തിൽ പങ്കെടുക്കണം. അനുസരണയുള്ള മക്കളായി എന്ത് ചെയ്യണം? മാറണം. നമുക്കിനി നേരത്തെ വായിച്ച റോമറിലേക്ക് നമ്മൾ പോവുകയാണ്. വായിച്ചേ. എന്നാൽ നിങ്ങൾ പാപത്തിന്റെ ദാസന്മാർ ആയിരുന്നുവെങ്കിലും 6 എത്രാം വാക്യം? 17. 6:17 വായിച്ചേ. എന്നാൽ നിങ്ങൾ പാപത്തിന്റെ ദാസന്മാർ ആയിരുന്നുവെങ്കിലും നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപത്തെ നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപത്തെ ഹൃദയപൂർവ്വം അനുസരിച്ച്. ഒരുപാട് കാര്യം ഇവിടെ വന്നില്ലേ? കുറച്ച് നേരത്തെ ഒരുപാട് കാര്യം വന്നില്ലേ? എങ്ങനെയൊക്കെ ആയിരിക്കണം വന്നില്ലേ? അത് ഹൃദയപൂർവ്വം എന്ത് ചെയ്യണം? അനുസരിക്കണം. ദൈവത്തിൻ്റെ സ്തോത്രം. എങ്ങനെയെങ്കിലും അല്ല, ഹൃദയപൂർവ്വം അനുസരിക്കണം. എൻ്റെ യേശുവിന് എന്നെ ഇങ്ങനെയാണ് ആഗ്രഹം. എൻ്റെ യേശുവിൻ്റെ ഹിതം എനിക്ക് മതി. എൻ്റെ ഭംഗി യേശു ആസ്വദിച്ചാൽ മതി. യേശുവിൻ്റെ മുമ്പിൽ ഞാൻ എങ്ങനെ ഭംഗിയായിരിക്കും അത് മതി. ഹല്ലേലൂയ. നമ്മൾ യേശുവിൻ്റെ മുമ്പിൽ സുന്ദരന്മാരും സുന്ദരികളാണോ എന്ന് നോക്കണം. അത് പുറത്തുള്ള സൗന്ദര്യം നമുക്ക് ലോകത്തിലാണ് കാണുന്നത്. അകത്തുള്ള സൗന്ദര്യം സ്വർഗം കാണും. നമുക്ക് മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. ഉപദേശ രൂപത്തെ നമ്മൾ അകത്ത് സ്വീകരിക്കണം. ഹൃദയപൂർവ്വം അനുസരിക്കണം. എങ്ങനെ അനുസരിക്കണം? സിസ്റ്റർ പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ പാസ്റ്റർ പറഞ്ഞതുകൊണ്ട് സ്തോത്രം നമുക്കനുസരിക്കാം. അങ്ങനെയല്ല, ഹൃദയപൂർവ്വം. എങ്ങനെ ഹൃദയപൂർവ്വം. ഒന്നുകൂടെ വായിച്ച വരി. എന്നാൽ നിങ്ങൾ പാപത്തിന്റെ ദാസന്മാർ ആയിരുന്നുവെങ്കിലും നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപത്തെ. അപ്പൊ പാപത്തിന്റെ ദാസനായി നമ്മൾ വന്നവരാണ്. അപ്പോഴുണ്ട് വചനത്തിൽ ബൈബിളിലുള്ള കാര്യങ്ങൾ പാസ്റ്ററിലൂടെ ദൈവവേലക്കാരിലൂടെ ദൈവം എന്ത് ചെയ്തു? വെളിപ്പെടുത്തി. അടുത്ത് പഠിപ്പിച്ച ഉപദേശ രൂപത്തെ ഹൃദയപൂർവ്വം അനുസരിച്ച്. ഹൃദയപൂർവ്വം അങ്ങ് അനുസരിക്കണം. കണ്ണടച്ച് പിടിച്ച് അങ്ങ് അനുസരിക്കണം.
കർത്താവ് എനിക്ക് ഈ വചനപ്രകാരം ജീവിച്ചാൽ മതി, ഈ വചനം വിട്ട് എനിക്ക് ഇടത്തോട്ടോ വലത്തോട്ടോ പോകണ്ട. പലരും എന്നെക്കുറിച്ച് പലതും പറയും, സാരമില്ല, എൻ്റെ യേശു എന്നെ കാണുമ്പോൾ എന്ത് പറയും, അത്രയും മാത്രം എനിക്ക് മതി. എൻ്റെ യേശു എന്നെ കണ്ട എന്ത് പറയും? ദൈവത്തിന് സ്തോത്രം. എൻ്റെ യേശുവിന് ഇഷ്ടമാകുമോ? നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? നിങ്ങളിപ്പോൾ ഒരു കല്യാണത്തിന് പോവുകയാണ്, നിങ്ങൾ ഒരുങ്ങി കണ്ണാടിയുടെ മുമ്പിലോ, ഞാൻ അധികം പോകാറില്ല, അതുകൊണ്ടാണ് ഞാൻ അത് പെട്ടെന്ന് ഡിമ്മായിപ്പോയത്. നമ്മൾ പറയാറുണ്ടോ, ഞാൻ ഇന്ന് ഒരുങ്ങിയത് യേശുവിന് ഇഷ്ടമായോ എന്ന് ചോദിക്കാറുണ്ടോ? നമ്മൾ എന്തോന്നായിരിക്കും, ഇന്ന് എൻ്റെ ഡ്രസ്സ് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമോ? ആ കല്യാണം വിളിച്ചെന്ന് ആ പെൺകുട്ടിയുടെ അടുത്തല്ല പയ്യൻ്റെ അടുത്ത് നിന്ന് ഒരു ഫോട്ടോ എടുക്കുമ്പോൾ പവറായിട്ടിരിക്കും, ഇതല്ലേ ചിന്തിക്കുന്നത്. പക്ഷെ നമ്മൾ മണവാട്ടികൾ ചിന്തിക്കേണ്ടതാണ്, ഇന്നത്തെ എൻ്റെ വേഷം, എൻ്റെ ഇന്നത്തെ ജീവിതം. വൈകുന്നേരം ആകുമ്പോൾ കർത്താവ് ഇന്ന് രാവിലെ ഇത്ര മണിക്ക് ഞാൻ ഉണർന്നു, അതുമുതൽ ഈ സമയം വരെയുള്ള എൻ്റെ ജീവിതം അങ്ങേക്ക് സൗന്ദര്യമായി മാറിയോ? അങ്ങേക്ക് ഇഷ്ടമായി മാറിയോ? ഞാൻ എൻ്റെ വീട്ടുകാരോട് ഇടപെട്ട സംസാരം എൻ്റെ പ്രിയന് ഇഷ്ടപ്പെട്ടതായിരുന്നോ? ഇവർക്ക് ഇഷ്ടപ്പെട്ടതല്ല. ഹല്ലേലൂയ. ചിലർ പറയും, നിന്നെ അങ്ങനെ പറഞ്ഞെങ്കിൽ നീ 10 കൊടുക്കാത്ത എന്താ ചോദിക്കും. അവർക്കതാ ഇഷ്ടം. ഏത് 10 കൊടുത്തെന്ന് പറഞ്ഞാൽ അവർ പറയും, ഗുഡ്. അവിടെ നിന്ന് ഞാൻ ചിന്തിക്കണം, കർത്താവേ, അവർ ഗുഡെന്ന് പറഞ്ഞത് എൻ്റെ ദൈവത്തിന് ഗുഡല്ല. അവർ പറഞ്ഞെന്താ, നിന്നെ 2 പറഞ്ഞെങ്കിൽ നീ 2 പറഞ്ഞിട്ട് വരാത്തത്. പപ്പ ഞാൻ 2 കൊടുത്തിട്ട് തന്നെ വന്നു എന്ന് പറഞ്ഞാൽ പപ്പ തട്ടിയിട്ട് പറയും, വെൽഡൺ. സ്വത്രം. എന്നാൽ ദൈവ പൈതൽ അതിനകത്തുനിന്ന് ഞെരുങ്ങിയിട്ട് പറയും, ജീവിതം ഇന്നും ശരിയായിട്ടില്ലയോ, ജീവിപ്പിക്കും കർത്തനേ വന്നു, ജീവനും ശക്തിയും സ്നേഹവും തന്നെന്നെ ജീവിപ്പിച്ചിടണമേ. അവിടെ ഹൃദയത്തിനകത്തും പുറത്തും ഒരു പാവവും വരാതെ, അയാളെ തിരിച്ചൊന്നും പറയാതെ സ്തോത്രത്തോടെ വന്നെങ്കിൽ അയാളാണ് ദൈവ പൈതൽ. ആ സൗന്ദര്യം ദൈവം ഇഷ്ടപ്പെടും. എന്നിട്ട് അവർ സ്പ്രേ ഒന്നും അടിച്ചിട്ടില്ല, അവരെ വസ്ത്രം നോക്കിയ പോലും നല്ലൊരു വസ്ത്രമില്ല, മുഷിഞ്ഞ വസ്ത്രമായിട്ടിരിക്കുന്ന പോലും കർത്താവ് പറഞ്ഞു, നിൻ്റെ വാസന. നിങ്ങൾക്ക് മനസ്സിലായോ? നിൻ്റെ വാസന. ഏത് വാസന? അവിടെ അവർ ധിക്കരിച്ചപ്പോൾ, പറഞ്ഞപ്പോൾ തിരിച്ച് പറയാതെ സ്തോത്രം പറഞ്ഞ ഹൃദയത്തിനകത്ത് അവനോട് ക്ഷമിച്ച ആ വാസന ഉണ്ടല്ലോ. വീട്ടുകാരെന്താ പറഞ്ഞേ? 10 കൂടെ കൊടുക്കാത്തെന്ന് പറഞ്ഞല്ലേ. കർത്താവ് എന്താ പറഞ്ഞേ? തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം. വേണ്ട, സാരമില്ല, അവൻ അറിയാതല്ലേ പറഞ്ഞേ, അവൾ അറിയാതല്ലേ പറഞ്ഞേ, അവരിതൊക്കെ പറഞ്ഞ് അറിയാതല്ലേ, സാരമില്ല, കുഴപ്പമില്ല, എൻ്റെ യേശു എനിക്ക് കിട്ടുമല്ലോ, എൻ്റെ യേശുവിന് എന്നെ ഇഷ്ടമായല്ലോ, എൻ്റെ വീട്ടുകാർക്ക് അത് ഇഷ്ടമായില്ല, എൻ്റെ യേശുവിന് ഇഷ്ടമായല്ലോ, അത് മതി. ആരൊക്കെ പറയും, സാരമില്ല, അവർക്ക് ഇഷ്ടമായില്ല. എൻ്റെ വീട്ടുകാർ, എൻ്റെ ബന്ധുക്കൾ പറഞ്ഞു 10 കൊടുത്തിട്ട് വരാമെന്ന് ചോദിച്ചു, പക്ഷെ എന്നെ അടിച്ചിട്ടും തിരിച്ചെനിക്ക് അടിക്കാൻ പറ്റിയില്ല. ജനം ചോദിച്ചു, നിന്നെ ഇവിടെ അടിച്ചപ്പോൾ നീ എവിടെ പോയടാ? കൊമ്പ് വെട്ടാൻ പോയിരുന്നു നീ, നിൻ്റെ കൈ എവിടെ പോയിരുന്നു, നിന്റെ കൈയില്ലായിരുന്നു? ഇതൊക്കെ ചോദിക്കത്തില്ലേ? മാതാപിതാക്കൾ കറക്റ്റാണ് ചോദിക്കും. നിങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടല്ലേ? ചോദിച്ചിട്ടുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അമ്മ ചോദിച്ചിട്ടുണ്ടോ? ഇല്ല. ദൈവത്തിന് സ്തോത്രം. നിൻ്റെ കൈ എവിടെ പോയടാന്ന് ചോദിക്കൂല്ലേ? ചോദിക്കും, എവിടെ പോയി നിൻ്റെ കൈ? പക്ഷേ യേശുപ്പം എൻ്റെ മക്കൾ പറയും, സ്തോത്രം, സാരമില്ല, ക്രൂശിലെ ത്യാഗം എന്നെ ശ്രേഷ്ഠനാക്കി, മുറിവുകൾ എന്നെ മാന്യനാക്കി. ജീസസ്. നിങ്ങൾക്ക് ഇത്രയൊക്കെ മനസ്സിലായി? ആ ലോകത്തിന് ശാലിയ ഒരു പോഷത്വമായിട്ട് തോന്നുന്നു. ക്രിസ്തു പറയും, മക്കൾ, നിൻ്റെ വാസന എനിക്ക് മണക്കുന്നു. നിങ്ങൾക്ക് എത്രയൊക്കെ വെളിപ്പെടുന്ന എനിക്ക് അറിഞ്ഞൂടാ. ആഴമായ വചനം എത്രയൊക്കെ ആഴമായി വെളിപ്പെടുന്ന അറിഞ്ഞൂടാ. ഹല്ലേലൂയ. യേശു നിന്ന് കൊടുത്തത് കൊണ്ടാണ്. ഹല്ലേലൂയ. നിൻ ക്രൂശിലെ ത്യാഗമെൻ ഭാഗ്യമായി മാറി, നീയേറ്റ കഷ്ടങ്ങളോ എന്നെ ശ്രേഷ്ഠനാക്കി മാറ്റി, നീ ചുമന്ന നിന്ന എന്നെ മാന്യനാക്കി മാറ്റി, ആ നൊമ്പരങ്ങൾ എന്നിൽ ആനന്ദമായി മാറി, നീ ചുമന്ന നിന്ന എന്നെ മാന്യനാക്കി മാറ്റി, ആ നൊമ്പരങ്ങൾ എന്നിൽ ആനന്ദമായി മാറി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നാഥനേ. അപ്പൻ അവിടെ ഏറ്റത് കൊണ്ടാണ് എനിക്ക് എന്തായി മാറിയത്? ഭാഗ്യമായി മാറിയത്.
നോക്കിയേ, എൻ്റെ ജീവിതത്തിനകത്ത് ഒരാൾ എന്നെ പരിഹസിക്കുമ്പോൾ ഞാൻ തിരിച്ച് 2 വാക്ക് അവിടെ പറയുമ്പോൾ എൻ്റെ ബന്ധുക്കൾ പറയും അങ്ങനെ തന്നെ വേണം, ആണായ അങ്ങനെ വേണം, പെണ്ണായാൽ അങ്ങനെ വേണം എന്നല്ലേ പറയുന്നത്. പക്ഷെ യേശു പറയാം അങ്ങനെയല്ല പറയുന്നത്. യേശു പറയാം ക്ഷമിച്ചു കളാം. കണ്ടോ യേശുവിൻ്റെ ശബ്ദവും മനുഷ്യൻ്റെ ശബ്ദവും കണ്ടോ? പിശാച് പറയും അകത്ത് വെച്ചോ, ഒറ്റയ്ക്ക് കിട്ടുമ്പോൾ കൊടുക്കാം. മനസ്സിലായി? 3 ശബ്ദം. മനുഷ്യൻ്റെ ശബ്ദം പറയും അപ്പം തന്നെ കൊടുക്കാൻ. പിശാചിൻ്റെ ശബ്ദം പറയും അകത്ത് വെച്ചിട്ട് തക്കം കിട്ടുമ്പോൾ 2 വെച്ച് കൊടുക്കാം. ഇനി യേശു പറയും സാരമില്ല പോട്ടെ. 3 ശബ്ദം നിങ്ങൾ തിരിച്ചറിഞ്ഞോ? സാരമില്ല പോട്ടെ, വിട്, അങ്ങ് വിട്, പോട്ടെ. ഞാൻ നിനക്ക് വേണ്ടി ഏറ്റവും കഷ്ടം നോക്കിയാൽ ഇതെന്തുണ്ട് മോനെ, ഇതെന്തുണ്ട് മോളെ, നിനക്ക് വേണ്ടി ഞാൻ അനുഭവിച്ച ത്യാഗം ഓർത്താൽ ഈ ത്യാഗം ഒരു ത്യാഗമാണോ? ഓഹോ, ഞാൻ നിനക്ക് വേണ്ടി ഏറ്റ മുറിവുകൾ ഓർത്താൽ ഈ നിന്ന ഒരു നിന്നയാണോ? ആര് ചോദിക്കും? ഈ ശബ്ദം നമ്മൾ കേൾക്കാറുണ്ടോ? അതോ മനുഷ്യൻ്റെ ശബ്ദം പറയുമ്പോൾ കൈ ചാടി എഴുന്നേറ്റ് 2 കൊടുക്കാം, തൂക്കിയെടുക്കാം. ഞാൻ തൂക്കൂടാ നിന്നെ, കേട്ടിട്ടില്ലേ? ഞാൻ നിന്നെ പൊക്കും, കേട്ടിട്ടില്ലേ? യേശു പറയും നീ അവനെ ഇന്ന് പൊക്കിയാൽ നാളെ ഞാൻ നിന്നെ പൊക്കും. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ സ്തോത്രം, ചിന്തിച്ചോളണം. എൻ്റെ കർത്താവിൻ്റെ ക്രൂശാണ് നമ്മളെ ശ്രേഷ്ഠരാക്കിയത്. നമ്മുടെ പേരവിടെ വരാൻ കാരണം നമ്മുടെ മിടുക്കോ കഴിവോ ഒന്നുമല്ല, കർത്താവിൻ്റെ ക്രൂശാണ്, കർത്താവിൻ്റെ രക്തമാണ്, കർത്താവിൻ്റെ രക്തത്തിൻ്റെ തുള്ളികളാണ്. ഹല്ലേലൂയ. നിന്റെ തലയിലെ മുള്ളുകൾ എൻ്റെ പദവിയായി. എന്തെന്ന്? എൻ്റെ പദവി എന്തോന്നാ? യേശുവിൻ്റെ മുള്ള. ആ മുള്ള ഏറ്റില്ലെങ്കിൽ എനിക്ക് പല പദവിയും കിട്ടുമോ? ഹല്ലേലൂയ. ഇന്ന് കർത്താവിൻ്റെ വചനം പ്രസംഗിക്കുന്ന പദവി ഇത് എവിടുന്ന? ആ മുള്ളിലൂടെയാണ്. എൻ്റെ അപ്പനെ പാടാൻ, എൻ്റെ അപ്പൻ്റെ അടുക്കൽ ഇരിക്കാൻ, എൻ്റെ അപ്പനിൽ വസിക്കാൻ, യേശു മാത്രം കർത്താവെന്ന് ചിന്തിക്കാനും ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കാനും ചിന്തിക്കാനും പുറത്ത് പറയാനും കിട്ടിയ ഒരു പദവി. പ്രസംഗിക്കുന്നത് മാത്രമാണോ പദവി? അല്ല, ജീവിതത്തിൽ യേശുവിനോടൊപ്പം ജീവിക്കുന്ന ജീവിതം. ഇതുപോലൊരു ഭാഗ്യം ആർക്ക് കിട്ടും? നിങ്ങൾക്ക് വെളിപ്പെടുന്നുണ്ടോന്ന് എനിക്കറിയത്തില്ല സ്നേഹിതരെ. പാട്ടുകാരൻ പാടി, നിൻ തലയിലെ മുള്ളുകൾ എൻ പദവിയായി മാറി, നിന്നാഴമാർന്ന മുറിവുകൾ എന്നെ സൗഖ്യമായി മാറി, നീ ചുമന്ന രക്തം എന്നിൽ ജീവനായി മാറി, ആ പ്രാണവേദനയിലൻ ജീവിതം ധന്യമായി, നീ ചൊരിഞ്ഞ രക്തം എന്നിൽ ജീവനായി മാറി, ആ പ്രാണവേദനയിലൻ ജീവിതം ധന്യമായി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ നാഥനേ, ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവ് മക്കളെ, കൃപയാൽ, കൃപ നിനക്ക് പാപം ചെയ്യാൻ ഒരവസരമാകല്ലേ. നീ ക്രിസ്തുവിൻ്റെ ക്രൂശിലേക്ക് നോക്കിക്കൊള്ളണം. യേശു എല്ലാത്തിനും അനുസരണമുള്ളവനായി. ഞാൻ നിങ്ങളും വചനം കേൾക്കുമ്പോൾ ഹൃദയപൂർവ്വം ആ ഉപദേശത്തെ എന്ത് ചെയ്യണം? റോമറിൽ അനുസരിക്കണം. നമുക്ക് ആ ഹൃദയപൂർവ്വം ആ ഉപദേശത്തെ അനുസരിക്കാമോ? അടുത്ത വാക്യം വായിച്ചേ. ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ചു, നീതിക്ക് ദാസന്മാരെ തീർന്നതുകൊണ്ട്, നീതിക്ക് ദാസന്മാരായി തീർന്നതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് ആരൊക്കെ പറയും? ഓ കർത്താവേ, എന്നെ ആ പാപത്തിൽ നിന്ന് രക്ഷിച്ചല്ലോ, എൻ്റെ അപ്പന് സ്തോത്രം. ഹല്ലേലൂയ. ആരൊക്കെ പറയും? യേശുവേ, ഇന്ന പാപവും കുഴപ്പമൊക്കെ എൻ്റെ ജീവിതത്തിനകത്ത് ഉണ്ടായിരുന്നു, ആ പാപത്തിൽ നിന്ന്, ആ കുഴപ്പത്തിൽ നിന്ന് എന്നെ രക്ഷിച്ചല്ല കർത്താവേ, അതുകൊണ്ട് അങ്ങേക്ക് നന്ദി എന്ന് എത്ര പേര് പറയും? അടുത്ത വാക്യം വായിച്ചേ. നിങ്ങളുടെ ജഡത്തിന്റെ ബലഹീന നിമിത്തം, നിങ്ങളുടെ ജഡത്തിന്റെ ബലഹീന നിമിത്തം ഞാൻ മനുഷ്യ രീതിയിൽ പറയുന്നു, ഞാൻ മനുഷ്യ രീതിയിൽ പറയുന്നു. ജഡത്തിന്റെ ബലഹീനത എന്താ? ഒരാളിന് 2 കൊടുക്കാൻ തോന്നിയാൽ കൊടുക്കും, അതാണ് ബലഹീനത. സ്വത്രം. ഒരു പാപം ഇഷ്ടപ്പെട്ട എന്ന് വെച്ചാൽ ഞാൻ പറയാം, ഏതൻ തോട്ടത്തിനകത്ത് ആദവനോട് ഹവ്വയോടും ദൈവം പറഞ്ഞില്ലേ, ആദവനോട് മോനെ തോട്ടത്തിന്റെ നടുവിലുള്ള വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്. പക്ഷെ അവന്റെ ജഡം പറഞ്ഞു തിന്നടാ. ഹവ്വയ്ക്ക് വിലക്കുണ്ട്, പക്ഷെ അവളുടെ ജഡം അവളോട് പറഞ്ഞു തിന്നെ, എന്താ കുഴപ്പം? പിശാച് പറഞ്ഞ് അവൾ കേട്ടു, അവരുടെ ജഡവും സംസാരിച്ചു, ആ സംസാരം അവരും കേട്ടു, അവർ ജഡത്തിന് കീഴ്പ്പെട്ടു, ജഡം പറഞ്ഞ ശബ്ദം കേട്ട് തിന്നു. ആത്മാവിനെ ധിക്കരിച്ചു. കണ്ടോ? ആത്മാവിനെ ധിക്കരിച്ചു, ജഡത്തിനെ
അനുസരിച്ചു. ദൈവം പറയുന്നത് ചെയ്യരുതെന്ന് പറയുന്നത് ചെയ്യിപ്പിക്കുന്ന ജഡം. കണ്ടോ, വായിച്ച ഒന്നുകൂടെ. നിങ്ങളുടെ ജഡത്തിന്റെ ബലഹീന നിമിത്തം ഞാൻ മാനുഷിക രീതിയിൽ പറയുന്നു നിങ്ങളുടെ അവയവങ്ങളെ അധർമ്മത്തിനായി ആരൊക്കെ പറയും, കർത്താവ് എൻ്റെ കണ്ണിനെ ഇനി പാപത്തിനല്ല, എൻ്റെ കാതിനെ ഇനി പാപത്തിനല്ല, എൻ്റെ നാവിനെ ഇനി പാപത്തിനല്ല, എൻ്റെ കൈകാലുകളെ ഇനി പാപത്തിനല്ല, എൻ്റെ ഹൃദയം ഇനി പാപത്തിനല്ല, എൻ്റെ നാവ്, എൻ്റെ വാ ഇനി പാപം ഞാൻ സംസാരിക്കത്തില്ല. എൻ്റെ കർത്താവ് കോപത്തിനല്ല എൻ്റെ വാ എനിക്ക് തന്നിരിക്കുന്നത്, എൻ്റെ അപ്പൻ്റെ മഹത്വത്തിനായിട്ടാണ്. ഇനി എനിക്കത് വേണ്ട. മറ്റുള്ളവരുടെ കുറവും കുറ്റവും നമ്മളെ വീട്ടിനകത്തിരുന്ന് പറയുന്നവരാണോ എങ്കിൽ ഇന്ന് പറയണം, കർത്താവേ ഞാൻ അവരുടെ ഇവരുടെ കുറവൊക്കെ പറയും. അതിനല്ല എൻ്റെ ദൈവം എനിക്ക് വാ തന്നിരിക്കുന്നത്. ഓ ഹല്ലേലൂയ, എൻ്റെ അപ്പനെ സ്തുതിക്കാനാണ്. ഓ, എൻ്റെ വായ് വിശുദ്ധമായിരിക്കണം. എൻ്റെ അപ്പനെ സ്തുതിക്കുന്ന വായാണ്, എൻ്റെ അപ്പനെ പ്രസംഗിക്കുന്ന വായാണ്, എൻ്റെ അപ്പനെ കാണുന്ന കണ്ണാണ് എൻ്റെ കണ്ണ്, എൻ്റെ അപ്പനെ കേൾക്കുന്ന കാതാണ് എൻ്റെ കാത്. ഇനി ഞാൻ എൻ്റെ അവയവങ്ങളെ അനീതിയുടെ അവയവങ്ങളായി മാറ്റത്തില്ല. ഇനി എൻ്റെ അപ്പൻ്റെ പൈതലായി ക്രിസ്തുവിനുള്ളത് ചെയ്യാം. എന്നെ ഇതാ കുശവന്റെ കരങ്ങളിലേക്ക് തരുന്നത് ആരൊക്കെ പറയും? ഹല്ലേലൂയ. അടുത്ത വാക്യം വായിച്ചേ. അധർമ്മത്തിനെ അശുദ്ധിക്കും അധർമ്മത്തിനും അടിമകളാക്കി സമർപ്പിച്ചതുപോലെ ഇപ്പോൾ നിങ്ങളുടെ അവയവങ്ങളെ വിശുദ്ധീകരണത്തിനായി നീതിക്ക് അടിമകളാക്കി സമർപ്പിപ്പിൻ. അടുത്ത്, നിങ്ങൾ പാപത്തിന് ദാസന്മാരായിരുന്നപ്പോൾ. കണ്ടോ, ഇനി നമ്മൾ ആർക്ക് അടിമയാക്കണം? ഈ കണ്ണുകൾ. ഇനി എൻ്റെ അപ്പന് ഇഷ്ടമില്ലാത്ത ഒന്നും എനിക്ക് കാണണ്ട. ഇത്രയേ ഉള്ളൂ. കഴിഞ്ഞ നാളുകളിൽ എല്ലാം കാണും, ദൈവഹിതമല്ലാത്തതെല്ലാം കാണും, പലതും കാണും, ദൈവത്തിന് ഇഷ്ടമല്ലാത്ത സകലതും കാണും. പക്ഷേ ഇനി എനിക്ക് അതൊന്നും വേണ്ട. സ്തോത്രം. എൻ്റെ യേശുവിന് ഇഷ്ടമല്ലാത്തതിനെല്ലാം എൻ്റെ കണ്ണിനെ വിലക്കണമേ അപ്പ. എൻ്റെ കണ്ണുകളെ ഒന്ന് വിലക്കണം. എൻ്റെ കാലുകളെ, സങ്കീർത്തനം 119 വായിക്കുമ്പോൾ ആഴമായ വചനങ്ങളാണ്. എൻ്റെ കാലുകളെ ഒന്ന് വിലക്കണമേ, എൻ്റെ കാതുകളെ ഒന്ന് വിലക്കണമേ, എൻ്റെ നാവിനെ ഒന്ന് വിലക്കണമേ അപ്പ. ഒന്ന് വിലക്കി നിർത്തണമേ കർത്താവേ, എന്നെ ഒന്ന് തൊട്ട് നിർത്തണമേ, അങ്ങയുടെ ശക്തി തന്ന് നിർത്തണമേ ജീസസ്. ഹല്ലേലൂയ, ആമേൻ. വിലക്കി നിർത്തണമേ. അപ്പനോട് പറയുമോ നിങ്ങൾ? ഹല്ലേലൂയ, വിലക്കണമേ അപ്പ. ആ അശുദ്ധ ചിന്ത എന്നിൽ വരാതെ ഒന്ന് വിലക്കണമേ. ഓ, ഞാൻ യേശുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, എന്നിൽ എൻ്റെ യേശു. ഹല്ലേലൂയ. നിങ്ങൾ ആ വരി നിരന്തരം പറഞ്ഞു നോക്കിയേ, ഭയങ്കര വിടുതലാ വചനം. ഹല്ലേലൂയ. ഞാൻ യേശുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടു. നിനക്ക് എൻ്റെ മേൽ ഒന്നുമില്ല, ഒരാളെന്നെ അടിച്ചു എന്ന് വെച്ചോ, യേശുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടു, ഇനി ജീവിക്കുന്നത് ഞാനല്ല. യേശുവിനോട് ക്രൂശിക്കപ്പെട്ടോ ഇല്ലെന്ന് എങ്ങനെ അറിയാം? ഒരാൾ പറഞ്ഞേ, ഒരുപാട് മെസ്സേജ് നമ്മൾ കേട്ടതാ, യേശുവിനോട് കൂടെ ഞാൻ ക്രൂശിക്കപ്പെട്ട ആളാണെന്ന് എങ്ങനെ അറിയാം? പറ. കുത്തി നോക്കുമ്പം യേശുവിൻ്റെ ക്രൂശിൽ യേശു മരിച്ചോന്നറിയാം. എന്ത് ചെയ്തു? കുത്തി നോക്കി. നമ്മൾ കുത്തി നോക്കുമ്പോൾ അറിയാം സംഭവം ജീവനുണ്ടോ ഇല്ലയോ എന്ന് കുത്തുമ്പോഴേ അറിയാം. എന്ന് പറഞ്ഞ അർത്ഥം എന്താ? സ്വതം. ഇപ്പം നമ്മൾ ആരാധനയ്ക്കൊക്കെ ഇരുന്ന് കൈയടിച്ച് പാടി ഘോഷിച്ച് ദൈവശക്തിയായിട്ട് നിറഞ്ഞാണ് വീട്ടിൽ പോകുന്നത്. വീട്ടിൽ പോകുമ്പോൾ അറിയാം, ഭാര്യയോട് 2 വാക്ക് പറയുമ്പോൾ അറിയാം, ഭാര്യയുടെ പ്രതികരണത്തിൽ അറിയാം. അതാണ് കുത്ത്. നീ ഇങ്ങനെയൊക്കെ കാണിച്ച് തെറ്റായിപ്പോയി, എന്നാ വച്ചിട്ടുണ്ടടാ, ചത്തില്ല. കണ്ടോ, ചത്തില്ല. അർത്ഥം ആ പാവം പൊങ്ങിപ്പോഴും, ആ കോപം ഇപ്പോഴും പൊങ്ങി. അപ്പം പറഞ്ഞത് കപടം. ഞാൻ യേശുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് പറഞ്ഞത്. അപ്പം മരിച്ച ഒരാളിന് സിഗരറ്റ് കൊണ്ട് വെച്ചാൽ ഞാൻ ഇവിടെ പോകും. പിന്നെ സിഗരറ്റല്ല, ഇനി ഈ ലോകത്തിലുള്ള ഏറ്റവും നല്ല സാധനം കൊണ്ട് നല്ല നിനക്ക് ഇഷ്ടമുള്ളതല്ലേ കഴിക്കാന്ന് പറഞ്ഞാലും അതെന്ത് ചെയ്തില്ല, അനങ്ങോ. ഇതുപോലെ ആയിരിക്കണം ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ട പിള്ള. ആർക്ക് പറ്റും? കൃപയുണ്ടെങ്കിലേ പറ്റൂ. പാട്ടുകാരൻ പാടി, കൃപയേ കൃപയേ ദൈവകൃപയേ ഞാനാകുന്നതും ദൈവകൃപയാലത്രേ. കൃപയേ കൃപയേ ദൈവകൃപയേ ഞാനാകുന്നതും ദൈവകൃപയാലത്രേ. പ്രശംസിപ്പാനോ പുകഴുവാനോ യാതൊന്നും ഭൂവിയിലില്ലായേ. പ്രശംസിപ്പാനോ പുകഴുവാനോ യാതൊന്നും ഭൂവിയിലില്ലായേ. നിന്റെ ഭാരം എത്ര തന്നെ ആയാലും നിന്റെ തോളിലിട്ടുകൊള്ളുവിരെന്തൂര ചെയ്തവൻ. നിന്റെ ഭാരം എത്ര തന്നെ ആയാലും നിന്റെ തോളിലിട്ടുകൊള്ളുവിൻ എന്നൂര ചെയ്തവൻ. തകർന്നിടാൻ ഒരു നാളും സമ്മതിക്കയില്ലവൻ. അന്ത്യത്തോളം എന്നെ നടത്തിയിടും നിശ്ചയം. തകർന്നിടാൻ ഒരു നാളും സമ്മതിക്കയില്ലവൻ. അന്ത്യത്തോളം എന്നെ നടത്തിയിടും നിശ്ചയം. കൃപയേ കൃപയേ ദൈവകൃപയേ ഞാനാകുന്നതും ദൈവകൃപയാലത്രേ. പ്രശംസിപ്പാനോ പുകഴുവാനോ
യാഹല്ലാതൊന്നും ഭൂമിയിലില്ലായേ. പ്രശംസിപ്പാനോ പുകഴുവാനോ യാഹല്ലാതൊന്നും ഭൂമിയിലില്ലായേ. പ്രശംസിപ്പാനോ പുകഴുവാനോ യാഹല്ലാതൊന്നും ഭൂമിയിലില്ലായേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ടുപേരെ എടുത്ത് നിർത്തിയാൽ ഒന്ന് കത്തിപ്പോകുന്നതായിരിക്കും, ഒന്ന് കത്തിപ്പോകത്തില്ല. എന്ത് തീ വന്നാലും കത്തത്തില്ല. അതെന്താ അർത്ഥം? ക്രിസ്തുവിൽ ജീവിക്കുന്ന പൈതൽ കത്തിപ്പോകത്തില്ല. ക്രിസ്തുവിൽ അത് കപടം കാണിക്കുന്ന പൈതൽ എപ്പോഴാണെങ്കിലും കത്തും. കുത്തി നോക്കുമ്പോൾ ആളും സ്വഭാവം പുറത്തു വരും. മനസ്സിലാകുന്നുണ്ടല്ലേ? ഒന്ന് കുത്ത് കിട്ടിയ ആൾ പുറത്ത് വന്നിരിക്കും എന്ന് പറഞ്ഞാൽ ചത്തില്ല എന്ന് വെളിപ്പെടുത്തും. എന്ന് പറഞ്ഞാൽ തനി സ്വഭാവം പുറത്തു വരും. എന്ന് വെച്ചാൽ നമ്മൾ ഒരടി ഇവിടെ തന്നാൽ എൻ്റെ തനി സ്വഭാവം അപ്പോഴറിയാം ആള് യേശുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടോ എന്ന് പറഞ്ഞാൽ എന്നെ അപമാനം 10 പേര് എൻ്റെ മുഖത്ത് നോക്കി ഇങ്ങനെത്തവളെ എന്ന് പറയുമ്പോഴാണ് മനസ്സിലാകുന്നത് എൻ്റെ ആകം മരിച്ചിട്ടില്ല ഇപ്പോഴും നില്ലടാ അവിടെ എന്ന് പറയുമ്പോഴാണ് പിടികിട്ടുന്നത്. നീ എന്നെ പറയണ്ടടാ എന്നൊക്കെ പറഞ്ഞ് തുടങ്ങൂലേ, അപ്പം മനസ്സിലായിക്കൊള്ളണം പ്രസംഗിച്ചൊക്കെ ശരി, എന്നെ ആളിതുവരെയും ക്രൂശിക്കപ്പെട്ടിട്ടില്ല. കണ്ടോ? അപ്പോൾ കുത്തി നോക്കുമ്പോഴാണ്. പക്ഷെ നമ്മളെ കുത്തി നോക്കിയാലും യേശു അല്ലാതെ ഒന്നും വരല്ലേ. യേശുവിനെ കുത്തി അവസാനം ചോദിച്ചു, എടാ നീ കർത്താവ് തന്നെ? യേശു എല്ലാത്തിനും മറുപടി പറഞ്ഞില്ല. ഒടുവിൽ യേശു പറഞ്ഞു, അതെ. വേറെ എന്തെങ്കിലും പറഞ്ഞോ? യേശുവിൻ്റെ വായിൽ നിന്ന് വേറെ എന്തെങ്കിലും വന്നോ? ഇല്ല. അതെ, ഞാൻ രാജാവ് തന്നെ. അതെ, ഞാൻ കർത്താവ് തന്നെ. അതിൻ്റെ അപ്പുറത്ത് വല്ലതും വന്നോ? കണ്ടോ? എൻ്റെ അപ്പുറത്തൊന്നും വന്നില്ല. ഇതെന്നിൽ എന്ന് വരും, നിങ്ങളിൽ എന്ന് വരും ഒന്ന് ചിന്തിച്ചു നോക്കി. ഇതാ ഞാൻ പറഞ്ഞേ, അഴമാർന്ന സ്നേഹമേ നാഥൻ നൽകി നടത്തിയിടുന്നു അളവില്ലദാനത്തെ. നാഥൻ നൽകി നടത്തിയിടുന്നു. വർണ്ണിച്ചിടാൻ വാക്ക് പോരായേ, വർണ്ണിച്ചിടാൻ നാവു പോരായേ, വർണ്ണിച്ചിടാൻ വാക്ക് പോരായേ, വർണ്ണിച്ചിടാൻ നാവു പോരായേ, വർണ്ണിച്ചിടാൻ വാക്ക് പോരായേ, വർണ്ണിച്ചിടാൻ നാവു പോരായേ, വർണ്ണിച്ചിടാൻ വാക്ക് പോരായേ, വർണ്ണിച്ചിടാൻ നാവു പോരായേ. ഹല്ലേലൂയ. നമ്മളപ്പൻ്റെ ആഴമാർന്ന സ്നേഹം വർണ്ണിക്കാൻ വാക്കുകളില്ല. സ്വത്ര യേശു ക്രൂസിൽ പോകുമ്പോഴെല്ലാം ഇതാണ് അവിടെ വെളിപ്പെട്ടത്. എന്തോന്ന്? സൗമ്യത വെളിപ്പെട്ടു, ശാന്തത വെളിപ്പെട്ടു. യേശുവിനെ കുത്തും തോറും, കുത്തുക എന്ന് പറഞ്ഞ അർത്ഥം എന്താ? യേശുവിനെ തലയിൽ മുൾക്കിരി അടിച്ചു. എന്താ സംഭവിച്ചത്? മിണ്ടാതെ നിന്നു. നമ്മളാണെങ്കിലോ കൈയില്ലാത്തവർ വെച്ച് കെട്ടി അടിക്കൂലേ? പാവമില്ലാത്ത യേശുവിനെ ഇങ്ങനെ ചെയ്ത് അടിക്കത്തില്ലേ? അടിക്കും. നമ്മളിൽ ആ സ്വഭാവം. പക്ഷെ ഈ സ്വഭാവം മാറണം. ഇതിന് യേശുവിൻ്റെ കൃപ ഇറങ്ങിയാലേ പറ്റൂ. ഇതൊന്നും പെട്ടെന്നൊന്നും വരില്ല. ഇത് പ്രസംഗിക്കാൻ എളുപ്പം, പ്രസംഗം കേൾക്കാം. എനിക്ക് പ്രസംഗം നല്ല എളുപ്പമാണ്, ഇതൊക്കെ പറയാൻ എളുപ്പം. പക്ഷേ എൻ്റെ ജീവിതത്തിനകത്ത് ഉണ്ടോ എന്നറിയുന്നത് പ്രശ്നം വരുമ്പോഴാണ്, പ്രതിസന്ധി വരുമ്പോഴാണ്, നിന്ന വരുമ്പോഴാണ്, ആൾക്കാർ തേച്ചൊട്ടിക്കുമ്പോഴാണ്, ആൾക്കാർ എതിർപ്പ് പറയുമ്പോഴാണ്, ഓ സ്തോത്ര ഹല്ലേലൂയ, ആൾക്കാർ അപമാനിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് അവിടെ എനിക്ക് ബ്ലസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അവിടെ എനിക്ക് അനുഗ്രഹിക്കാൻ പറ്റുന്നുണ്ടോ, അവിടെ ദൈവം നിന്നെ അനുഗ്രഹിക്കേണ്ടത് മാത്രം പറഞ്ഞിട്ട് പോകാൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ സൈലൻ്റായിട്ട് അകത്തൊന്നും തോന്നാതെ അത് അവർക്ക് സാരമില്ല, അവർക്ക് അറിയത്തില്ല, അതുകൊണ്ടാണ് പറഞ്ഞു എന്ന് പറയാൻ പറ്റുന്നുണ്ടോ? അവർക്കിതൊന്നും അവർക്കറിയത്തില്ല കൂടുതൽ, അതുകൊണ്ടാണ് അവർ പറഞ്ഞത് അല്ലെങ്കിൽ ചെയ്തത് എന്ന് പറയാൻ എനിക്ക് അകം കൊണ്ട് പറയാം, പുറം കൊണ്ട് മാത്രമല്ല, അകത്തതൊന്നും ഒരു പകയും കാണത്തില്ല. അങ്ങനെ പറയാൻ തോന്നുന്നുണ്ടോ എങ്കിൽ ഞാൻ പറയാം, നിൻ്റെ ആ ഭാഗത്ത് ക്രൂശോട് ചേർന്ന് ആണി അടിച്ചിട്ടുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? എൻ്റെ വായിൽ ചീത്ത വരുന്നില്ല, അർത്ഥം ആ ചീത്ത വിളി ക്രൂശോട് അടിച്ചിട്ടുണ്ട്. കോപം വരുന്നില്ല, എന്തെല്ലാം ചെയ്തിട്ടും കോപിക്കുന്നില്ല, എത്ര കുത്തിയിട്ടും കോപിക്കുന്നില്ല, കാര്യം പറഞ്ഞിട്ടും കോപിക്കുന്നില്ല. അർത്ഥം ആ കോപത്തെ ക്രൂശോട് ചേർത്ത് പിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായോ? ഇപ്പം കോമഡി പറയാൻ പറ്റുന്നില്ല, ദൈവഹിതമല്ലാത്ത കോമഡി. ഇപ്പം ആ 2 കോമഡി ഉണ്ട്. ഒന്ന് ദൈവത്തെ കരയിപ്പിക്കുന്ന മോശപ്പെട്ട കോമഡി, സ്വത്രം പറയാൻ പണ്ട് പറയുമായിരുന്നു, ഇപ്പോൾ പറയുന്നില്ല. കാരണം യേശുവിനോടുകൂടെ ആണിയടിച്ചു, ആ ഭാഗത്തിപ്പോൾ ഇല്ല. പണ്ട് കള്ളം പറയുമായിരുന്നു, ഇപ്പം കൊന്നു കളഞ്ഞാൽ അടി കിട്ടിയാലും കള്ളം വരുന്നില്ല. കാരണം ആ കള്ളം ഇപ്പം ആ
ആരോട് കൂടെ ക്രൂശിക്കും? യേശുവിനോട് കൂടെ. ഇപ്പം ആ കള്ളവില്ല. സ്വന്തം അകത്ത് ആരെയും കാണുമ്പോൾ, നമ്മളെ ഉപദ്രവിച്ചവരെ മോശമായിട്ട് പറഞ്ഞവരെ കാണുമ്പോൾ ഒരു പകയുണ്ടായിരുന്നു. ഇപ്പം ആ പക എൻ്റെ അകത്തില്ല. അർത്ഥം അതെവിടെ പോയി? ക്രൂശിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടു. ദൈവത്തിന് സ്വന്തം. ഒരാളിനെ ശപിക്കാൻ എനിക്ക് പറ്റുന്നില്ല. എന്നെ എത്ര പറഞ്ഞിട്ടും എനിക്ക് തിരിച്ച് ശാപം വരുന്നില്ല, അനുഗ്രഹമേ വരുന്നുള്ളൂ. കൊടുക്കല് വാങ്ങൽ മാത്രമല്ല, പോകുമ്പോഴും വരുമ്പോഴും. എവിടെ പോകുമ്പോൾ വരുമ്പോൾ സ്വത്രം, വീട്ടിനകത്ത് വീട്ടിൻ്റെ പുറത്ത്, രഹസ്യത്തിൽ പരസ്യത്തിൽ എല്ലായിടത്തും യേശുവിൻ്റെ കൂടെ ആയിരിക്കണം. ഹല്ലേലൂയ. രണ്ടുപേര് നിന്നാൽ യേശുവുള്ള പൈതലിനെ എല്ലായിടത്തും തിരിച്ചറിയണം. ആ വ്യക്തിക്ക് യേശുവിൻ്റെ ക്വാളിറ്റി കാണും. വെളിപ്പെടുന്നുണ്ട്. അഭിഷേകം പറയുന്നത് അഭിഷേകം. എന്തിൻ്റെ അഭിഷേകം? കർത്താവിൻ്റെ ക്വാളിറ്റി, കർത്താവിൻ്റെ സ്വഭാവം. നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സിലാന്ന് അറിഞ്ഞൂടാ? ഞാൻ പറയാം ഹല്ലേലൂയ, ഇപ്രകാരം ഒരു അഭിഷേകം ഇറങ്ങുമെന്നേ ഞാൻ പറയാം. നമ്മുടെ ജീവിതം മാറും. നമ്മുടെ ജീവിതം മാറും കേട്ടോ. അസാധാരണമായ അഭിഷേകമായത്, അസാധാരണമായ അഭിഷേകമാണ്. ഹല്ലേലൂയ. ആമേൻ. ശുദ്ധീകരിക്കപ്പെട്ട പാത്രത്തിൽ വിശുദ്ധീകരണം നിറയും, വിശുദ്ധീകരിക്കപ്പെടും. എന്താ അർത്ഥം? ശുദ്ധീകരിക്കപ്പെട്ട പാത്രത്തിൽ സ്വർഗ്ഗത്തിലെ ദൈവത്തിൻ്റെ സ്വഭാവത്തെ, യേശുവിൻ്റെ സ്വഭാവത്തെ, ശുദ്ധീകരിക്കപ്പെട്ട അറയ്ക്കകത്ത്, പാത്രത്തിനകത്ത് കർത്താവിൻ്റെ സ്വഭാവം നിറയും. അയാളെയാണ് വിശുദ്ധൻ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. വിശുദ്ധൻ എന്ന് പറഞ്ഞാൽ ആരുടെ സ്വഭാവം കാണും? അയാളുടെ യേശുവിൻ്റെ സ്വഭാവം കാണും. ശുദ്ധീകരിക്കപ്പെട്ടിട്ട് കർത്താവിൻ്റെ സ്വഭാവം പകരുന്നതിനെയാണ് ശുദ്ധീകരണവും വിശുദ്ധീകരണവും രണ്ടും രണ്ടാണ്. ഹല്ലേലൂയ. ശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ പാത്രം ശുദ്ധീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? കഴുകിക്കളയുന്നു. ആമേൻ. വിശുദ്ധീകരണം അതല്ല. എൻ്റെ അപ്പൻ്റെ കൃപ ഇറങ്ങി അപ്പൻ്റെ സ്വഭാവം നിറയ്ക്കുന്ന ഒരു അനുഭവത്തിലേക്ക് ആ പൈതലിനെ വിളിക്കുന്ന പേരാണ് വിശുദ്ധൻ. വിശുദ്ധൻ. എന്താ അർത്ഥം? കർത്താവിൻ്റെ സ്വഭാവം ഇറങ്ങിയ പൈതലാണ് ആര്? താഴ്മയുടെ സ്വഭാവം ഇറങ്ങിയ പൈതലാര്? വിശുദ്ധൻ. എളിമയുടെ സ്വഭാവം ഇറങ്ങിയ പൈതലാര്? വിശുദ്ധൻ. ഹല്ലേലൂയ. അല്ലാതെ എല്ലാവരും വിശുദ്ധൻ എന്ന് പറയാൻ പറ്റുമോ? എല്ലാവരും വിശുദ്ധൻ എന്ന് പറയാൻ പറ്റത്തില്ല സ്നേഹിതരെ. യേശുവിൻ്റെ സ്വഭാവം ഇറങ്ങിയ പൈതൻ്റെ പേരാണ് വിശുദ്ധർ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലാവുന്ന എനിക്ക് അറിഞ്ഞുകൂടാ. ശുദ്ധി, വിശുദ്ധി, ശുദ്ധി, വിശുദ്ധി. ശുദ്ധി വേറെ, വിശുദ്ധി വേറെ. ശുദ്ധീകരണം വേറെ, വിശുദ്ധീകരണം വേറെ. ദൈവത്തിന് സ്തോത്രം. ശുദ്ധീകരണമല്ല വിശുദ്ധീകരണം, വിശുദ്ധീകരണമല്ല ശുദ്ധീകരണം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, ഹല്ലേലൂയ. ആ യേശു അപ്പച്ചൻ്റെ സ്വഭാവം നമ്മൾ നിറയട്ടെ. ആ ക്രൂശിലൂടെ നോക്കി മാത്രം മതി. യേശു കർത്താവിനെ കന്നത്തടിച്ചു, പോകുമ്പോൾ കന്നത്തടിച്ചു. യേശു തിരിച്ച് പ്രതികരിച്ചോ സഹോദരങ്ങളെ? സ്വത്രം ഇല്ല. നമ്മളാണെങ്കിലോ പ്രതികരിക്കൂലേ? പ്രതികരിക്കും. യേശു പ്രതികരിച്ചോ? ഇല്ല. ദൈവത്തിന് സ്വത്രം, ദൈവത്തിന് മഹത്വം. യേശു പ്രതികരിച്ചില്ല, ഒന്നും വേണ്ടിയില്ല. ഇത് നമുക്ക് മാതൃകയാണ്, നമുക്ക് മാതൃകയാണ്. യേശുവിനെ കാർക്കിച്ച് തുപ്പിയില്ലേ? തുപ്പിയപ്പോൾ യേശു എന്ത് ചെയ്തു? നമ്മൾ 2 വീലർ കൊണ്ടുപോകുമ്പോൾ മഴയത്താണെങ്കിൽ ആരെങ്കിലും അവിടെ കൂടെ പോയി ചെളിവെള്ളം അടിച്ച് തെറിപ്പിച്ച നമ്മൾ അവിടെ നിർത്തി, ഇല്ലടാ നീ എങ്ങോട്ട് നോക്കിക്കൊണ്ടാണ് വണ്ടി ഓടുന്ന, ആള് പോകുന്നാണ്ടില്ല ചോദിക്കൂല്ലേ? ഏത് വെള്ളം വീണപ്പം ആ തങ്ക മുഖത്തിൽ കാർക്കിച്ച് തുപ്പിയപ്പോ, അതിങ്ങനെ മുഖത്തൂടെ ഒഴുകിയപ്പോ യേശു എന്നെ ഓർത്തു. ശാലിനി കണ്ടോ? നിന്റെ ദേഹത്ത് അവിടെ കൂടെ വണ്ടി പോയപ്പോൾ എങ്ങനെ ഒരു തുള്ളി വെള്ളം വന്നു? നമ്മൾ ചായക്കടയിൽ എവിടെയെങ്കിലും പോകുമ്പോൾ ആരെങ്കിലും കറി ഒഴിച്ചെന്ന് വെച്ചോ, ഒരു തുള്ളി നമ്മളെ ഡ്രസ്സിൽ വീണ ആ ജോലിക്ക് ഇരിക്കുന്ന ആളിൻ്റെ കട്ടപ്പോകയും വെള്ളപ്പോക്കും. എവിടെ നോക്കിയിട്ടാണ് ഒഴിച്ച കറി? യേശുവേ മക്കളെ, എൻ്റെ കണ്ണത്ത് നോക്കിയേ, എൻ്റെ മുഖത്ത് നോക്കിക്കേ. സർവാംഗ സുന്ദരൻ്റെ മുഖം തുപ്പൽ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, കാർക്കിച്ച്. ഒരു വെള്ളം നമ്മുടെ ദേഹത്ത് വീണാൽ നമ്മൾ സഹിക്കത്തില്ല. ചായ കൊണ്ടുപോകുന്നു, ഒരു തുള്ളി വീണാൽ നമ്മൾ ഇരിക്കത്തില്ല. വെള്ളം, പച്ചവെള്ളം ഒരാളെടുത്തു, ഒരു തുള്ളി വീണാൽ നമ്മൾ ചാടി എണീറ്റിരിക്കും, കാരണം ചത്തിട്ടില്ല. പക്ഷെ ഒരുവൻ മാതൃക കാണിച്ചിട്ട് വന്ന്, കണ്ടോ മക്കളെ, ഇത് നീ കാണാം, ഇതാണ് നിറവ്. കണ്ടോ നിറവെന്ന് പറഞ്ഞാൽ ഇതാ, അല്ല ഒന്നുമല്ല നിറവ്. ഇതാ നമ്മളോട്ട് ഇന്ന് വരും, നമ്മളിലെന്ന് നിറഞ്ഞു ഒഴുകും. ദൈവത്തിന് സ്വത്രം. വസ്ത്രത്തെ പറിച്ചങ്ങ് ഉരിഞ്ഞു. അർത്ഥം നഗ്നനായി യേശു നിൽക്കുക. നമ്മൾ റോഡേ പോകുമ്പോൾ നമ്മളെ ഷോളിലൊന്ന് തൊടണ്ട, വിടറ ആണോ അല്ലേ? കണ്ടോ ഷോളിലേ തൊട്ട് നമ്മളയാളെ പിടിച്ചു നിർത്തൂലേ? ആണോ അല്ലേ? യേശു പറയും, മക്കൾ ശാലിനി നീ എന്നെ നോക്കുക, നീ വേറിട്ട പൈതല,
ഞാനൊരിക്കൽ ഒരു സാക്ഷി കേട്ട്, വർഷങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് പള്ളിയിൽ. സാക്ഷി ഇങ്ങനെയാണ്, ഇവിടെയല്ല ഏതോ സ്ഥലത്താണ്, ചൈനയിലാണോ എവിടെയാണെന്ന് എനിക്ക് ഓർമ്മയില്ല. അവിടെ സഹോദരിമാരെ മൊത്തം ഡ്രസ്സ് അഴിച്ചു മാറ്റി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ യേശുവിന് വേണ്ടി നിൽക്കുന്ന നിമിത്തം എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യിപ്പിച്ചിട്ട് പെട്രോൾ ഒഴിച്ച് കത്തിക്കും. ഞാനപ്പോൾ ചിന്തിച്ചു, കർത്താവ് ഈ വസ്ത്രം പോയപ്പോൾ പിടിച്ചെങ്കിൽ വെച്ചില്ലല്ലോ എന്ന് ചിന്തിച്ചിട്ടുണ്ട് പണ്ട്. അപ്പം എന്നോട് കർത്താവ് പറഞ്ഞൊരു വാക്കാണ്, ക്രിസ്തു നിമിത്തം. ക്രിസ്തു നിമിത്തം അവരങ്ങനെ പോയ എന്തുകൊണ്ടാണ്? അവർക്ക് വസ്ത്രം പിടിച്ചു വയ്ക്കാൻ പറ്റില്ല. ക്രിസ്തു നിമിത്തം അവർ സഹിച്ചു. പ്രസംഗിക്ക് എന്തെളുപ്പമാ, പറയാ എന്തെളുപ്പമാ, പറയാ എന്തെളുപ്പമാ, പ്രസംഗിക്ക് എന്തെളുപ്പമാ, മറ്റുള്ളവരോട് ട്രാക്ടർ കൊടുക്കുക എന്തെളുപ്പമാ, ഇതിനെല്ലാം എന്തെളുപ്പമാ സഹോദരങ്ങളെ. പക്ഷേ ജീവിതത്തിനകത്ത് മാറ്റമില്ലെങ്കിൽ ഹല്ലേലൂയ, ഉപവാസം കൊണ്ടെന്ത് നേട്ടം, ആരാധന കൊണ്ടെന്ത് നേട്ടം, സ്നാനം കൊണ്ടെന്ത് നേട്ടം. ഹല്ലേലൂയ. അവരപമാനം അലക്ഷ്യമാക്കി യേശു ക്രൂശിനെ സഹിച്ചു. യേശു അപമാനം അലക്ഷ്യമാക്കി. ശാലിനി, നീ അപമാനം അലക്ഷ്യമാക്കണം. അപമാനിച്ചോണ്ടേ നിനക്ക് എന്നെ കിട്ടില്ലേ? നിനക്ക് സ്വർഗം കിട്ടില്ലേ? ഇതിനേക്കാൾ വലിയ പദവി എന്തുണ്ട് നിനക്ക് കിട്ടാൻ? നിനക്ക് വെളിപ്പെടുന്നുണ്ടോ ഇല്ലേ? നിനക്ക് സ്വർഗം കിട്ടുമ്പോഴത്തെ ഒരു പദവി, എൻ്റെ അപ്പനെ കിട്ടുമ്പോഴത്തെ ഒരു പദവി, നിനക്കിനി ലോകത്തിൽ എന്ത് കിട്ടാനുണ്ട്? ഹല്ലേലൂയ. നിന്നെ കാർക്കിച്ച് തുപ്പിയിട്ടും നീ മിണ്ടാൻ നിൽക്കുമ്പോൾ ആൾക്കാർ ചോദിക്കും, തിരിച്ച് നിനക്ക് കപ തുപ്പാനില്ലായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ഒരു മണവാട്ടിയാണെങ്കിൽ പറയും, എനിക്ക് എൻ്റെ യേശുവിനെ കിട്ടുമല്ലോ, എനിക്ക് സ്വർഗം കിട്ടുമല്ലോ. ഇവർ തുപ്പിക്കോട്ടെ, ഇവർ പറഞ്ഞോട്ടെ, ഇവരെന്തെല്ലാം ചെയ്തോട്ടെ, എന്നെ കാണുന്ന ഒരു പ്രിയനുണ്ട്, എന്നെ അറിയുന്ന ഒരു പ്രിയനുണ്ട്. നിങ്ങൾക്ക് എത്രയൊക്കെ വെളിപ്പെടുന്ന എനിക്ക് അറിയുന്നുകൂടാ, നിങ്ങൾക്ക് ഉറക്കം വരുന്ന ക്ഷീണം വരുന്ന എനിക്കറിഞ്ഞുകൂടാ. എനിക്കൊന്നറിയാം, ഈ സെക്ഷനിൽ ഞാൻ വല്ലാത്തൊരു അസാധാരണ അഭിഷേകം എൻ്റെ മേലെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. അത് ഞാൻ ഫീൽ ചെയ്യുന്ന എൻ്റെ ശരീരത്തിനകത്ത്. ഞാൻ ഇന്ന് പകൽക്കാലം വിളിച്ച് പറയട്ടെ പൈതലേ, അസാധാരണ ഒരു കൃപ ഇന്ന് പ്രാപിക്കണം. അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിൻ്റെ കൃപ. ഓ ഓ ഓ ജീസസ് ജീസസ് ജീസസ്, ആർക്കും എടുക്ക് മാറ്റാൻ പറ്റാത്ത. ഓ ഓ ഓ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നോക്കിക്കേ, യേശുവിടെ കൊണ്ടുപോകുമ്പോൾ എല്ലായിടും വിസ്തരിച്ചു അല്ലേ? നമ്മളെ വിസ്തരിക്കുമ്പോൾ നമ്മളെന്താ പറയുക? വിസ്തരിക്കുമ്പോൾ എന്താ പറയുക? എടാ നിനക്ക് പറ്റുമെങ്കിൽ എന്നിൽ പാപം കണ്ടുപിടിക്കുക എന്നല്ലേ പറയൂ. പക്ഷേ യേശു ഒരിടത്തും അത് പറഞ്ഞില്ല. കണ്ടോ, യേശു ഒരിടത്തും അത് പറഞ്ഞില്ല. നമ്മളാണെങ്കിൽ എടുത്തെടുത്ത് പറയൂലേ. പക്ഷേ കണ്ടോ, യേശുവിൻ്റെ സ്വഭാവം കൊണ്ട് അത് നിറഞ്ഞൊഴുകി. ഇത് നമ്മളിലില്ല, ഇത് നമ്മളിലില്ല, ഇത് നമ്മൾ നിറഞ്ഞ് നോക്കി. യേശുവിൻ്റെ ക്രൂശിൽ യേശു കിടക്കുകയാണേ. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പോവുകയാണ്. യേശുവിൻ്റെ ക്രൂശിൽ യേശു കിടക്കുകയാണ്. ഒരു കള്ളൻ പറഞ്ഞു, നീ ദൈവമെങ്കിലേ ഇറങ്ങി വേടാ. ഈ പ്രാണവേദനയിലാണ് യേശു കിടക്കുന്നത്. പക്ഷേ നമ്മളാണെങ്കിൽ പറയുമായിരുന്നു, ദൈവത്തിനെ നീ പരിഹസിക്കലടാ, നിനക്കിപ്പോൾ കാണിച്ചെന്ന് പറയുമായിരുന്നല്ലേ, പറയുമായിരുന്നില്ലേ? പറയത്തില്ലായിരുന്നോ? പറയും. ശപിക്കുന്നവർ പറയും, എടാ എന്നെയാണോ നീ പറഞ്ഞത്? നീ ഇത്ര ദിവസത്തിനകത്ത് പോക്കടാ. ആൾക്കാർ പറയുന്ന കേട്ടിട്ടില്ലേ? പള്ളിക്കാർ ഇത് പറയും. പറഞ്ഞൂടാ, ഇത് പള്ളിയിൽ പോകുന്നവരിത് പറയും. കർത്താവ് ന്യായം വിധിക്കും അവിടെ. ഒരിക്കലും ഈ വായിൽ വരല്ലേ ഇത്. പള്ളിയിൽ പോകുന്ന നമ്മുടെ വായിൽ ഒരിക്കലും വരല്ലേ, ഒരു കാരണവശാലും വരല്ലേ. സ്വത്രം അങ്ങനെ തിരുത്തി പറയാണ്, വരരുത്. യേശുവെങ്കിൽ പറയണ്ടേ, എടാ നീ ആരോടാണ് ഇതൊക്കെ സംസാരിക്കുന്നത് അറിയാമോടാ എന്നാരും ചോദിച്ചില്ല. ഈ ലുക്കിലി ആയ ആൾക്കാരെന്ത് ചെയ്യും? ഞാൻ പള്ളിയിൽ പോകുന്നവളാണ് കേട്ടോ, ഞാൻ സ്നാനപ്പെട്ടവളാണ് കേട്ടോ, നീ എന്നെ പറഞ്ഞാൽ നീ അനുഭവിക്കാതെ പോകത്തില്ല. ഇത് പറയുമ്പം ചിന്തിച്ചോ, നിന്റെ അകത്ത് എൻ്റെ പ്രാണപ്രിയനല്ല. കണ്ടോ, നിങ്ങൾക്ക് എത്രയൊക്കെ വെളിപ്പെട്ടു ഈ കാര്യം. നമ്മൾ പറയുന്നത് എന്തോന്നാ? എടാ ഞാൻ യേശുവിനെ ആരാധിക്കുന്നവളാ, നീ വല്ലതും പറഞ്ഞ് അനുഭവിക്കും. ഇത് പറയത്തില്ല. ചിലർ പറയും, ചിലർ വലിയ സ്റ്റൈലിൽ പറയും. ക്രൂശിൽ നോക്ക്, ഓ നീ ഒരു ദൈവം, ഇറങ്ങി വാടാ, നിന്നെയും രക്ഷിച്ച് എന്നെയും രക്ഷിക്കടാ. യേശു ഒന്നും അവനോട് മിണ്ടിയില്ല. അങ്ങേ വിട്ടെങ്ങും പോകയില്ല ഞാൻ, അങ്ങേ വിട്ടെങ്ങും പോകയില്ല ഞാൻ, അങ്ങിൽ ചേർന്നെന്നും ജീവിക്കും ഞാൻ, സത്യസാക്ഷിയ ജീവിക്കും ഞാൻ, അങ്ങിൽ ചേർന്നെന്നും ജീവിക്കും ഞാൻ,
സത്യസാക്ഷിയ ജീവിക്കും ഞാൻ. ഹല്ലേലൂയ. നോക്കിയേ, സ്വത്ര യേശു പക്ഷെ ഒന്നും മിണ്ടിയില്ല. അടുത്ത് ഇപ്പുറത്തെ കള്ളം പറഞ്ഞു, കർത്താവേ അങ്ങ് രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും കൂടെ ഓർക്കണേ. അതിന് മറുപടി പറഞ്ഞു, ഇന്ന് നീ എന്നോട് കൂടെ പർദീസയിൽ ഇരിക്കും. കണ്ടോ, പറയേണ്ടതേ വായിൽ വന്നുള്ളൂ. ഇതാണ് യേശു. അത് നമ്മളിലേക്ക് വരണം. കണ്ടോ, ഈ ക്രൂശ് മാത്രം ധ്യാനിച്ചാൽ മതി. ഇതിൽ യേശുവിൻ്റെ എല്ലാ സ്വഭാവത്തിൻ്റെ നിറവുണ്ട്. ഈ 3.5 വർഷത്തെ ശുശ്രൂഷ മാത്രം ധ്യാനിച്ചാൽ മതി. ഇതിനകത്ത് ശാന്തി ജീവിക്കേണ്ട സകലതുകൊണ്ട്. സകലത്തിൻ്റെ ഈ സാരം സഭാപ്രസംഗി പറയുന്നു, സകലത്തിൻ്റെ സാരം കേൾക്കാം. പുസ്തകം ഉണ്ടാകുന്നതിന് കണക്കില്ല. ദൈവത്തെ ഭയപ്പെടുക. ദൈവത്തെ ഭയപ്പെട്ടവൻ പറഞ്ഞു, അപ്പാ രാജ്യത്വം പ്രാപിക്കുമ്പോൾ എന്നെയും കൂടെ ഓർക്കണേ. മറുപടി കൊടുക്കേണ്ടതിന് യേശു മറുപടി കൊടുത്തു. പറയേണ്ടതിന് യേശു പറഞ്ഞു. പറയേണ്ടാത്തത് ആ ചക്കര വായിൽ വന്നില്ല. നമുക്ക് മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ വായിൽ അരുതരുതാത്തത് ഒന്നും വരല്ലേ, ഒന്നും വരല്ലേ. ദൈവത്തിന് സ്തോത്രം. ആ ക്രൂശിലേക്ക് മാത്രം നോക്കിയാൽ മതി. വീട് എഴുന്നേറ്റ് പോകുമ്പോഴും യേശു ആരെയും പരാതി പറഞ്ഞില്ല, ആരെയും പരിഹസിച്ചില്ല. യേശുവിനെ കണ്ട് കരയുമ്പോഴും ആരെയും യേശു പരിഹസിച്ചില്ല, പരാതി പറഞ്ഞില്ല. സ്തോത്രം. ഒന്ന് ഞാൻ ചോദിക്കട്ടെ സഹോദരങ്ങളെ, നമ്മൾക്ക് കുത്തേക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് നമ്മൾ മരിച്ച ആളാണോ എന്ന്. സ്തോത്രം. ഹല്ലേലൂയ. അടുത്ത് റോമറിലേക്ക് പോകാം. ഒരു 10 മിനിറ്റ് കൂടെ വചനം പറഞ്ഞ ശേഷം വീണ്ടും വചനം കേൾക്കാം. വായിച്ചേ. വായിച്ചേ. ഇന്നലത്തെ സമയത്ത് കറക്റ്റ് നമ്മൾ നിർത്തും, ടെൻഷൻ അടിക്കണ്ട. വായിച്ചേ. പാവത്തിന്റെ ദാസന്മാരായിരുന്നപ്പോൾ നീതി സംബന്ധിച്ച് സ്വതന്ത്രരായിരുന്നല്ലോ. അടുത്ത് അന്ന് എന്തൊരു ഫലം ഉണ്ടായിരുന്നു ആ പാവം ചെയ്ത് നടന്നപ്പോൾ. അടുത്ത് കണ്ടോ, നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ പണ്ട് നടന്ന കാര്യം ഓർത്ത് നോക്കിയേ. ഒരുമാതിരി മോശമായിട്ട് തോന്നുന്നില്ലേ? എനിക്ക് തോന്നിയിട്ടുണ്ട്. ശരിക്കും മോശം തോന്നിയ കാര്യങ്ങളുണ്ട്. കർത്താവേ, ഞാൻ എൻ്റെ യേശുവിൻ്റെ പിള്ളയല്ലായിരുന്നോ? ഞാൻ ഇങ്ങനെ ആയിരുന്നല്ലോ കർത്താവേ, മഹാമോശം. അപ്പോൾ ഇങ്ങനെ ഞാൻ സംസാരിച്ചല്ലോ അപ്പാ, അതൊരിക്കലും പാടില്ലായിരുന്നു. ഇവിടെ വന്ന ശേഷം 2 കാര്യങ്ങൾ ഞാൻ വിഷമിച്ചിട്ടുണ്ട്. രണ്ട് കാര്യങ്ങളിൽ എനിക്ക് ഓർമ്മയൊന്നും പോകത്തില്ല. 2 എൻ്റെ ജീവിതത്തിൽ ഫാൾട്ടാ വന്നു. 2 കാര്യം മറക്കത്തില്ലേ? ഒന്ന് ഈ ദേശത്തിലുള്ളതും ഒന്ന് ഈ ഭവന പണിയായിട്ട് ബന്ധപ്പെട്ട 2 കാര്യത്തിൽ ഇനി ഒരിക്കലും മറക്കാൻ പറ്റുന്നില്ല. ഈ 2 കാര്യം എനിക്ക് ചിന്തിക്കുമ്പോൾ എനിക്ക് എൻ്റെ ശരീരമെല്ലാം കത്തി എരിയും. കർത്താവേ, യേശുവിൻ്റെ പിള്ളയായിരുന്നു. അയ്യോ, ഈ 2 വാക്ക്, ദൈവത്തിന് സ്തോത്രം. അത് ഞാൻ വല്ലപ്പോഴും ഒക്കെ ചിന്തിക്കും. ഈ 2 വരി കല്യാണത്തിന് ശേഷം ചിന്തിക്കുന്ന 2 വരി ഇതാണ്. അടുത്ത വാക്യം വായിച്ചേ. ഇപ്പോൾ ലജ്ഞ തോന്നുന്നത് തന്നെ. ഒന്നുകൂടെ വായിച്ചേ. അടുത്ത് അതിന്റെ അവസാനം മരണമല്ലോ. അടുത്ത് എന്നാൽ ഇപ്പോൾ കണ്ടോ, പാപത്തിൽ നിന്ന് യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ചു. പാപം ഏറ്റുപറഞ്ഞപ്പോൾ പാപത്തിൽ നിന്ന് എന്ത് പ്രാപിച്ചു? സ്വാതന്ത്ര്യം പ്രാപിച്ചു. അടുത്ത് ഇപ്പം ആരുടെ ദാസന്മാരായി? യേശുവിൻ്റെ ദാസന്മാരായി, യേശുവിൻ്റെ ദാസിമാരായി. കർത്താവ്, ഞാൻ അങ്ങയുടെ അടിമ, അങ്ങയുടെ മകൾ, അങ്ങയുടെ മകൻ. ഇനി എൻ്റെ ജീവിതം അങ്ങേക്കായി. ഇനി അങ്ങോട്ട് വേറെ ഒന്നും എനിക്ക് ചിന്തിക്കാനില്ലപ്പാ. യേശു മാത്രം എൻ്റെ കർത്താവ്. ഇനി അപ്പനെ വിട്ടൊരു യാത്ര എനിക്കില്ല. ഞാൻ രക്ഷിക്കപ്പെട്ടു, ഞാൻ സ്നാനപ്പെട്ട ആളാണ്. ഇനി എനിക്ക് എൻ്റെ ജീവിതം യേശുവിനായിട്ട്. ഇനി സ്നാനപ്പെടാൻ പോകുന്നവരോട് ഞാൻ പറയട്ടെ, നിങ്ങൾ സ്നാനപ്പെട്ട് കഴിഞ്ഞ് നിങ്ങളിവിടെ യേശുവിനെ കാണണം. സ്നാനക്കുളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞ് സ്നാനപ്പെട്ട് കഴിയുമ്പോൾ നിങ്ങളുടെ മാതാപിതാക്കൾ, സഹോദരങ്ങളെല്ലാം പലതും നിങ്ങളോട് പറയുമ്പോഴൊന്നും നിങ്ങൾ അതിലോട്ട് തിരിയല്ലേ. നിങ്ങൾ ആരിലോട്ട് നോക്കണം? യേശുവിലോട്ട് നോക്കണം. ഹല്ലേലൂയ. എന്നെ ശ്രദ്ധിക്കുന്നുണ്ട് എല്ലാവരും? നിങ്ങൾ യേശുവിലോട്ട് നോക്കണം. നിങ്ങൾ സ്തോത്രം. പലയിടത്തും പോകുമ്പോൾ പലരും പല രീതിയിൽ അവർ നിൽക്കും. നിങ്ങളത് ആ കൂട്ടത്തിലുള്ളവരല്ല. നിങ്ങൾക്ക് മനസ്സിലായോ? ദൈവത്തിന് സ്തോത്രം. യേശുവിനെ കണ്ട് നമ്മൾ മുട്ടിയിട്ടുണ്ടെങ്കിൽ യേശുവിന് ഹിതമല്ലാത്തതൊന്നും നമുക്ക് വേണ്ട. യേശുവിന് ഇഷ്ടമല്ലാത്തൊന്നും നമുക്ക് വേണ്ട. ഹല്ലേലൂയ. നമ്മൾ കർത്താവിനെ കണ്ടുമുട്ടിയെങ്കിൽ കഴിഞ്ഞ നാളുകളിലുള്ള കോപ സ്വഭാവം നമുക്ക് വേണ്ട. കർത്താവിനെ കണ്ടുമുട്ടിയിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ നാളുകളിൽ പകയും പിണക്കവും ഉണ്ടായിരുന്നു. ആ പിണക്കം നമുക്ക് വേണ്ട. 10 ആളുകളുടെ മുമ്പിൽ പോകുമ്പോൾ പണ്ട് എന്തെങ്കിലും പറഞ്ഞ് നമ്മൾ ചാടി എഴുന്നേറ്റ് വഴക്ക് പറഞ്ഞിട്ട് ഓടുമായിരുന്നു. ഇനി അങ്ങനെയല്ല. സ്നാനപ്പെട്ട നമുക്കിനി അതൊന്നുമല്ല. യേശുവിനെ മാത്രം നോക്കിയാൽ മതി. നമ്മൾ എവിടെ പോകുമ്പോഴും നമ്മുടെ മുൻപിൽ ആരിരിക്കണം? യേശു ഇരിക്കണം. യേശുവിൻ്റെ വചനം ഇരിക്കണം. നിങ്ങൾ നേരത്തെ കേട്ടു, യേശുവിന് സ്വതവേ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. പിതാവ് ചെയ്ത് കാണുന്നതേ ചെയ്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സിസ്റ്ററെ, അത് യേശുവിന് ദൈവത്തെ കാണാൻ പറ്റുള്ളൂ. ദൈവത്തെ കണ്ടു ചെയ്തു. പിന്നെ ഞാൻ ഇനി ആരെ കണ്ടു ചെയ്യും? ഞാൻ പറയും, വേദപുസ്തകം കണ്ടു ചെയ്താൽ മതി.
യേശുവിൻ്റെ ക്രൂശ് മരണം കണ്ട് ചെയ്താൽ മതി. യേശു ജീവിച്ച 3.5 വർഷത്തെ വായിച്ച് ധ്യാനിച്ച് ജീവിച്ചാൽ മതി. ആ ധ്യാനത്തിനകത്ത് ജീവിക്കണം. ഏത് ധ്യാനത്തിനകത്ത്? ആ 3.5 വർഷത്തെ ശുശ്രൂഷയുടെ ധ്യാനത്തിനകത്ത്, ക്രൂശ് മരണം വരെയുള്ള ആ ധ്യാനത്തിനകത്ത് ശാലിനി ലയിച്ച് ചേർന്ന്, ചായക്കകത്ത് മധുരം അലിഞ്ഞ് ചേരുന്നത് പോലെ ആ വചനത്തിനകത്ത് ഞാനും നിങ്ങൾ ഒന്ന് അലിഞ്ഞ് ചേർന്ന് ഒന്ന് ജീവിക്കാൻ കഴിഞ്ഞെങ്കിൽ, ഓഹോ, നിങ്ങൾക്ക് എത്ര പേർക്ക് വെളിപ്പെടുന്ന എനിക്ക് അറിഞ്ഞുകൂടാ സ്നേഹിതരെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ, ദൈവത്തിൻ്റെ ഹിതമല്ലാത്ത ഒന്നും നമുക്ക് വേണ്ട, ദൈവത്തിൻ്റെ പദ്ധതിയല്ലാത്ത നമുക്കൊന്നും വേണ്ട. അടുത്ത വാക്യം വായിച്ചേ. ആ, നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണവും അതിൻ്റെ അന്തം നിത്യജീവനുമാകുന്നു. അടുത്ത്, പാപത്തിൻ്റെ ശമ്പളം മരണമാത്രേ, ദൈവത്തിൻ്റെ കൃപാവരമോ നിത്യജീവനുണ്ട് നമുക്ക്. അതുകൊണ്ട് കൊലോസ്യർ 3:1-2-3 വാക്യം കൂടെ വായിച്ച് സ്വോത്രം. അല്ലെ, വായിച്ചിട്ടൊരു പാട്ട് പാടണം. പാട്ട് പാടിച്ച് വീണ്ടും വായിച്ച ശകലം കൂടെ ശ്രദ്ധിക്കും. ഇന്നലത്തെ പോലെ നമുക്ക് നിർത്തും. വായിച്ചേ, കൊലോസ്യർ 3-ാം അധ്യായം 1 മുതൽ വാക്യങ്ങൾ വായിച്ചേ. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നെങ്കിൽ, എന്ന് പറഞ്ഞാൽ പാപത്തിൽ മരിച്ച് കർത്താവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ, ക്രിസ്തു ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുന്നിടമായ ഏതന്വേഷിക്കണം? മുകളിലുള്ളത്, ഉയരത്തിലുള്ളത് അന്വേഷിക്കണം. എവിടെയുള്ളത് അന്വേഷിക്കണം? ഭൂമിയിലുള്ളതല്ല. ഏതന്വേഷിക്കണം? ഉയരത്തിലുള്ളത് അന്വേഷിക്കണം. അടുത്ത്, ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ള തന്നെ ചിന്തിപ്പിൻ. അടുത്ത്, നിങ്ങൾ മരിച്ചു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോട് കൂടെ എവിടെ മറഞ്ഞിരിക്കുന്നു? ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. അടുത്ത്, നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും ആരോട് കൂടെ? യേശുവിനോട് കൂടെ തേജസ്സിൽ എന്ത് ചെയ്യും? വെളിപ്പെടും. ഹല്ലേലൂയ. അടുത്ത വരി. ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, അത്യാഗ്രഹം, കണ്ട, ഇതൊന്നും നമുക്ക് വേണ്ട. ഇതൊന്നും നമ്മൾ വരല്ലേ. അടുത്ത് വരുന്നു. അടുത്ത്, നമ്മൾ പണ്ട് എല്ലാ വഴിയിലും പോകുമായിരുന്നു. അടുത്ത വരി. ഇപ്പോഴോ നിങ്ങളും കോപം വിട്ടു, ക്രോധം, ഈർഷ്യ, ദൂഷണം, ദുർഭാഷണം ഇവയെല്ലാം വിട്ടുകളവിൻ. അടുത്ത, ഫോഷ്കം എന്താ? കള്ളം. ഒറ്റ കള്ളവും വരല്ലേ നമുക്ക്. അടുത്ത വരി. നിങ്ങൾ പഴയ മനുഷ്യനെ അവൻ്റെ പ്രവൃത്തി, ഏത് പ്രവൃത്തി? ആ പഴയ മനുഷ്യൻ്റെ അഴുക്കപ്പന്ന സ്വഭാവമില്ലേ, അത് പഴയ മനുഷ്യൻ്റെ സ്വഭാവം. ആ പ്രവൃത്തികളോട് കൂടെ കണ്ടത് ഞാൻ അവൻ്റെ സ്വഭാവത്തോട് ആളിനെ കളഞ്ഞു എന്നാണ്. ഇനി ആ സ്വഭാവമില്ല, ആവേശവും ഇല്ല എന്നർത്ഥം. ഉരിഞ്ഞു കളഞ്ഞ്. അടുത്ത്, തന്നെ കണ്ടോ, ഈ ലോകത്തെയാണ് നമ്മൾ ധരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ ഇനി ധരിക്കുന്ന ആരെയാ? ഒന്നുകൂടെ വായിച്ച വരി. ഇപ്പൊ വായിച്ച നിങ്ങൾ ഇനി നമ്മളെങ്ങനെ പഴയ മനുഷ്യനെ പ്രവൃത്തിയോടും കൂടെ എന്ത് ചെയ്യും? ഉരിഞ്ഞു കളഞ്ഞിട്ട് അടുത്ത് തന്നെ സൃഷ്ടിച്ച ആര്? ദൈവം. ദൈവത്തിൻ്റെ പ്രതിമ പ്രകാരം പരിജ്ഞാനത്തിനായി കണ്ട പുതുക്കം എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ക്രിസ്തുവിൻ്റെ സ്വഭാവം. പാപത്തെ വിട്ട് തിരിഞ്ഞ് പുതിയൊരാൾ, പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യൻ. അതാരാ? യേശു. ഹോ, നിങ്ങൾക്ക് വെളിപ്പെട്ടോ ഇല്ലേ? യേശുവിനെ ധരിച്ചിരിക്കുന്നുവല്ലോ. ഒന്നുകൂടെ വരി വായിച്ചേ. ഉരിഞ്ഞു കളഞ്ഞ് പുതിയ മനുഷ്യൻ ധരിച്ചിരിക്കുന്നുവല്ലോ. അടുത്ത്, അതിന് യവനെന്നില്ല, യഹൂദനെന്നില്ല, പരിച്ഛേദനയും അഗ്രചർമ്മമൊന്നുമില്ല, എന്നുമില്ല, ക്രിസ്തു അത്ര എല്ലാവരിലും എല്ലാമാകുന്നു. അടുത്ത്, അതുകൊണ്ട് ദൈവത്തിൻ്റെ വൃദ്ധന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ. കണ്ടോ, ഇനി അങ്ങനെ ആയിരിക്കണം. നമ്മളെ വേഷം മാറ്റുന്നത് കുടിഞ്ഞു കളഞ്ഞു. ഇനി ആ സ്ഥാനത്ത് എന്ത് ധരിക്കണം? ഏത് ധരിക്കണം? മുകളിൽ കുറച്ച് കളഞ്ഞില്ലേ? കളഞ്ഞ സ്ഥാനത്ത് എന്ത് ധരിക്കണം? താഴ്മ ധരിക്കണം, ദീർഘക്ഷമ ധരിക്കണം, സൗമ്യ ധരിക്കണം, മനസ്സലിവ് ധരിക്കണം, ദയ ധരിക്കണം. എന്നിട്ട് അന്യോന്യം പൊറുക്കുകയും ഒരുവനോട് വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും. എങ്ങനെ? ക്ഷമിക്കുകയും ചെയ്യുവിൻ. തമ്മിൽ എന്ത് ചെയ്യണം? ക്ഷമിക്കണം. എന്ത് ചെയ്യണം? തമ്മിൽ ക്ഷമിക്കുക. അടുത്ത വരി. ആര് ക്ഷമിച്ചതുപോലെ? യേശു ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്യുവിൻ. അടുത്ത്, എല്ലാറ്റിനും മീതെ സമ്പൂർണ്ണതയുടെ ബന്ധമായ
കണ്ടോ, സ്നേഹം ധരിക്കണം, സ്നേഹം ഉടുക്കണം. ഓ, അകത്തും പുറത്തും ആരുടെ സ്നേഹം? യേശുവിൻ്റെ സ്നേഹം. അടുത്ത് ക്രിസ്തുവിൻ്റെ സമാധാനം വാഴട്ടെ. അടുത്ത് വിളിക്കപ്പെട്ടിരിക്കുന്ന. അടുത്ത് ഇനി എങ്ങനെ ഇരിക്കണം? നന്ദിയുള്ളവരായിരിക്കും. അടുത്ത് സങ്കീർത്തനങ്ങളാലും. കണ്ടോ, ഇനി വേറെ ഒന്നുമില്ല നമുക്ക്. സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിച്ചും നന്ദിയോടെ എവിടെ ഹൃദയങ്ങളിൽ ദൈവത്തിന് പാടിയും. ഓഹ്, ഇങ്ങനെ ക്രിസ്തുവിൻ്റെ വചനം. ഇതാ ഐശ്വര്യം എന്ന് പറഞ്ഞത്. ഐശ്വര്യമായി ഇതൊക്കെ എന്തോന്ന വചനം. സകല ജ്ഞാനത്തോടും കൂടെ നമ്മളിലും സകല ജ്ഞാനത്തോട് ഇതൊക്കെയാ കാര്യം വസിക്കട്ടെ. അടുത്ത് വാക്കിനാലോ. ഈ വരി ആർക്കൊക്കെ പിടിച്ച് കുലുക്കിയിട്ടുണ്ട് നിങ്ങൾ വായിച്ചപ്പോൾ? ഓഹ്, എന്നെ വല്ലാതെ പിടിച്ച് മറിച്ച് തള്ളിയിട്ടൊരു വരിയായത്. വാക്കിനാലോ ക്രിയയാലോ എന്ത് ചെയ്താലും സകലവും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ചെയ്തു അവൻ മുഖാന്തരം പിതാവായ ദൈവത്തിന് സ്തോത്രം പറഞ്ഞു കൊണ്ട് ഇരിപ്പിൻ. ഒന്നുകൂടെ വായിച്ചേ. 17. വാക്കിനാലോ ക്രിയയാലോ എന്ത് ചെയ്താലും സകലം കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ചെയ്തു അവൻ മുഖാന്തരം പിതാവായ ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ട്. കണ്ടോ, ആക്കൊക്കെ ഏറ്റെടുക്കാൻ പറ്റുന്നുണ്ട് ഈ വരി എന്നെ കത്തിച്ചോണ്ടിരിക്കുക. ഓ ശാലി, നിന്റെ വാക്കിനായിരുന്നാലും നിന്റെ ക്രിയയായിരുന്നാലും എന്ത് ചെയ്താലും, നീ രാത്രി കിടന്നാലും, നീ ഉണർന്നാലും, നീ പോയാലും, അടുക്കള നിന്നാലും, നീ ശുശ്രൂഷ ചെയ്താലും, എന്തൊക്കെ ചെയ്താലും എല്ലാം ആർക്കായിട്ട് ചെയ്യണം? കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ. ഓ, ഇത് മാത്രമേ എവിടെ ഉള്ളൂ? സ്വർഗത്തിലുള്ളൂ. ഈ വരി നിങ്ങളെ കുലുക്കുന്നുണ്ടോ? ഇന്ന് ആരെങ്കിലും കുലുക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയും, നിങ്ങളുടെ വിളി വേറെ, നിങ്ങളുടെ വിളി സാധാരണ വിളിയല്ല. ഓ ജീസസ് അവൻ മുഖാന്തരം പിതാവായ ദൈവത്തിന് സ്തോത്രം പറഞ്ഞും കൊണ്ട് ഇരിപ്പീൻ. അതിന് പരിശുദ്ധങ്ങൾ സഹായിക്കട്ടെ. നമുക്ക് എഴുന്നേറ്റ് നിന്ന് 4 വരി പാട്ട് പാടിയിട്ട് നമ്മൾ വീണ്ടും ഇരുന്ന് അല്പം കൂടെ വചനം ശ്രദ്ധിക്കും. എല്ലാവരും എഴുന്നേറ്റ് 4 വരി ഒന്ന് ഒരുങ്ങാൻ വേണ്ടി 4 വരി കരങ്ങളെ ഉയർത്തിക്കൊണ്ട് പറഞ്ഞ് പാടിക്കേ. യേശു സന്നിധാനം എന്തോരു സമാധാനം, ആഴലും മനസ്സിന് അരുളും സുഖദാനം, ആഴലും മനസ്സിന് അരുളും സുഖദാനം. യേശു സന്നിധാനം എന്തോരു സമാധാനം, ആഴലും മനസ്സിന് അരുളും സുഖദാനം.